അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് പറഞ്ഞു സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ലെന്ന്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരല്ലേ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഞാൻ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർക്കുകയാണ്. ഈ പ്രാർത്ഥന കാത്തിരുന്ന് ശിരസമിച്ച് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോകുന്നിടത്തെല്ലാം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഞാൻ ഉണ്ടാകുന്ന അള്ളിച്ചത് കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവവേദനെ നിന്റെ ഉച്ചയും മൂർത്താവിൽ കർത്താവ് ചുംബിക്കുകയും തൻ്റെ അണിപ്പെടുത്താവുന്ന അത്ഭുതകരം കൊണ്ട് നിന്റെ കൈകളെ കർത്താവ് ഷെയ്ക്കാൻ ചെയ്യുകയും നിനക്ക് കർത്താവ് ആശംസകൾ നേർന്നുകൊണ്ട് നിന്റെ ജീവിത വഴികളിൽ നീ എവിടെ പോയാലും ആരെ കണ്ടാലും അവിടെ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കാനും മാതാവിൻ്റെ മധ്യസ്ഥം നിനക്ക് ലഭിക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ മേൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു.
അവർക്ക് കൂടെ പാടുള്ള വിഷയങ്ങളെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ, എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ ചെവി പറയും മാത്സ് പാടാണ്, ഇംഗ്ലീഷ് പാടാണ്, അത് കുറേ വിഷയങ്ങൾ പറയും. അപ്പം അവർക്ക് പേടിച്ചിട്ടാണ് അവർ പറയണത്. അങ്ങനെ പേടിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിക്കണം ഇപ്പോഴേ. അമ്മേ, അവിടെ കഴിവിനേക്കാൾ ഉപരി അവിടെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങൾ ആ കടമ്പുകളെല്ലാം കടന്നു വരാൻ അവരെ അനുഗ്രഹിക്കണം. എന്തെല്ലാം പരീക്ഷകൾ, എന്തെല്ലാം ഇൻ്റർവ്യൂകൾ, എന്തെല്ലാം അഭിമുഖങ്ങളെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം നീ പറയേണ്ട കാര്യങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്ത് മുൻകൂട്ടി ആലോചിച്ചു. അത് ഉത്കണ്ഠപ്പെടേണ്ട, നീ പറയേണ്ടത് എന്താണെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നവർ എത്ര ഇൻ്റർവ്യൂ ആണ് കർത്താവേ. ഒന്നും ചോദിക്കാതെ വിടുകയും അതേസമയം ജോലി കൊടുക്കുകയും ചോദിക്കുമെന്ന് ഓർത്ത് ഭയപ്പെട്ട ചോദ്യത്തെ ചോദ്യകർത്താവ് വിഴുങ്ങിക്കളയുകയും നിന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം കർത്താവ്. യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാടിൻ്റെ പുസ്തകം വരെ ഇഴഞ്ഞു കിടക്കുന്നൊരു മനുഷ്യനുണ്ട്, ഇഴഞ്ഞു കിടക്കുന്നൊരു ജീവി. അത് സർപ്പമാണ്. സർപ്പം വെളിപാട് പുസ്തകത്തിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ലൂക്കാൻ്റെ പുസ്തകത്തിലുണ്ട്, മർക്കോസിൻ്റെ പുസ്തകത്തിലുണ്ട്. സർപ്പം എല്ലായിടത്തേക്കും നിറഞ്ഞിരിക്കുന്ന ബൈബിളിൽ. ഇവിടെ ഒരു വ്യത്യാസമുള്ള വെച്ച് കഴിഞ്ഞാൽ ചിലർ സർപ്പം കയ്യിലെടുക്കും, ചിലർ സർപ്പത്തെ കയ്യിലെടുക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സർപ്പമുണ്ട് എല്ലായിടത്തും. ഇപ്പം ഈശോ പറയത്തില്ലേ, സർപ്പം, ഇപ്പം അവ പറയത്തില്ലേ, സർപ്പം എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും സർപ്പമുണ്ട്. സർപ്പം തന്നെ രക്ഷപ്പെടാൻ വേണ്ടി അവൾക്ക് ചിറക് നൽകപ്പെട്ടെന്ന് വെളിപാട് 12 പറയുന്നില്ലേ. പുരാതന സർപ്പം ഒന്ന് യോഹന്നാൻ വെളിപാടിൽ വിളിക്കുന്നുണ്ട്, പിശാചിനെ വിളിക്കണം. അപ്പോൾ ഇതിൽ ഈ സർപ്പത്തിനെ കൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു വന്നതിന് ശേഷം സർപ്പത്തിനെ കൈകാര്യം ചെയ്യണേ കാണാം. ക്രിസ്തു അപ്പോസ്തലന്മാർക്കൊരു അധികാരം കൊടുക്കും. അവർ എന്താണ്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും, ലൂക്കാ 10:19, ഇതാ പാമ്പുകളുടെയും സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇനി മർക്കോസിന്റെ 16:18 വരുമ്പോഴും സർപ്പമുണ്ട്. മർക്കോസ് 16:18, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ സർപ്പം കയ്യിലെടുത്തവരുമുണ്ട്, സർപ്പത്തെ കയ്യിലെടുത്തവരുമുണ്ട്, അല്ലേ? ഹവ്വാനെ സർപ്പം പറ്റിച്ച് കയ്യിലെടുത്തു, പിശാച് മനുഷ്യനെ കയ്യിലെടുത്തും. അതുപോലെ തന്നെ സർപ്പത്തെ കൈകാര്യം ചെയ്ത ആൾക്കാരുണ്ട്. അതന്നെ അതിന് ആത്മീയ അധികാരം വേണമെന്നാണ് ഈശോ ലൂക്കാ 10:9 പറയണം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സത്യവും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. കർത്താവിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് അധികാരത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വളരും. അപ്പോൾ അത് സ്പിരിച്വൽ സെൻസാണ്. ഇപ്പോൾ സർപ്പം പോലെ ഇരിക്കണ, ഇപ്പോൾ സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? പാവളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. ഇപ്പോൾ ചില അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യരില്ലേ, അവർ 10 പൈസ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് നീചമായ കാര്യങ്ങളും ചെയ്യണവരുണ്ട്. പാവളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. 2 കാര്യവും സർപ്പത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ കമ്പനികളിലും സ്കൂളിലും എല്ലായിടത്തും നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അവരൊക്കെ പാരയും സൂചിയും ഒക്കെ വെക്കും പലതരത്തിൽ. അവർക്ക് അത് അറിയത്തുള്ളൂ. അതാണ് വിഷയം.
പക്ഷെ നമ്മളെ ഇതിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അവർക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും, ചില കേസുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിനെ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്, അഭിസംബോധന ചെയ്യിപ്പിക്കുക. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ നമ്മുടെ ആത്മീയ അധികാരം വർദ്ധിക്കണം. ആധ്യാത്മിക അധികാരം എന്ന് പറയുമ്പോൾ മരണം അർത്ഥവത്തായിട്ട് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിച്ചു, ഉയർപ്പ് വിശ്വസിച്ചു, വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു, പിന്നെ എന്താ വരവ് പ്രത്യാശിച്ചു. അങ്ങനെ വിശ്വാസ ദിവരഹസ്യങ്ങളെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അധികാരം വർദ്ധിക്കുന്നത്. ക്രിസ്തു നമ്മൾ ജീവിക്കാൻ തുടങ്ങണത്. അധികാരം വർദ്ധിക്കണമെന്ന് നമുക്ക് അധികാരം തരികയല്ല, ഒരു സർട്ടിഫിക്കറ്റ് തരികയല്ല, മറിച്ച് ഒരു അപ്പോയിൻമെൻറ്റും അല്ലത്. മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അത് ഈശോ പറയണത്, ഞാനല്ല എൻ്റെ പിതാവാണ് എന്നെ പ്രവർത്തിച്ച് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അങ്ങനെ വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അനുഗ്രഹ ലെവലിൽ നിന്ന് മാറി അഭിഷേക ലെവലിൽ വന്നു, അതിനേക്കാൾ ഉയർന്ന് അധികാര ലെവലിലേക്ക് വരണം, സർപ്പങ്ങളെ കീഴടക്കാൻ. അതാണ് മാർഗം. അപ്പോൾ നോൻപ് കാലം പറ്റിയൊരു കാലമാണ്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ മനസ്സായി യോജിച്ച് ജീവിതം കൊണ്ട് അതിനകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് കിട്ടുന്ന ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു സ്വാഭാവിക ശക്തി കിട്ടും. അപ്പോൾ പലരും സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണത്? എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണവർ ഒറ്റയ്ക്കായിരിക്കും, വേറെ രാജ്യത്തായിരിക്കും, പക്ഷേ ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആ സിറ്റുവേഷൻ അവർ അധികാരത്തോടെ തന്നെ കൈകാര്യം ചെയ്യും. ഉടമ്പടി പോലെ മനുഷ്യൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ നല്ലത് ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു ദൈവിക പദ്ധതി തന്നെ ഉടമ്പടി. ഇനി ഉടമ്പടിയിലാണെങ്കിൽ അനുഗ്രഹത്തിന് തലം വിട്ട് അഭിഷേക തലം വിട്ട് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്റെ ജീവിതം പുനഃക്രമീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. 1 കൊരിന്തോസ് 15:10. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് 2024 ജനുവരി 12-ാം തീയതിയാണ്. എൻ്റെ പേര് ഡാലി ആൻഡോ, ഹസ്ബൻഡ് ആൻഡോ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത പാറേക്കാട്ടുകര ഇടവകയിൽ നിന്നും വരുന്നു. 2015 എനിക്ക് ഒരു കൃപാസനം പത്രം കിട്ടി. അതിലൂടെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അന്ന് ആ പത്രം ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു. ഞാൻ വായിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിതം തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 2 വർഷത്തോളം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും കുമ്പസാരമോ വിശുദ്ധ കുർബാനയോ ഇല്ലാതെ കടന്നു പോകുമ്പോൾ ഈശോയോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണയോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ 2023 ഡിസംബറിൽ ഒരു ചേച്ചി എന്നെ കൃപാസനത്തിലേക്ക് ക്ഷണിച്ചു. അന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി ഈ മണ്ണിൽ എന്ന് കാലുകുത്തുന്നുവോ അന്നല്ലാതെ ഞാൻ അമ്മയുടെ മണ്ണിലേക്ക് കടന്നു വരില്ല എന്ന്. എൻ്റെ ജീവിത പങ്കാളി ഒരു പള്ളിയിൽ പോകുവാനോ ഒന്നിനും സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. 2024 ജനുവരി 11-ാം തീയതി ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൃപാസനത്തിൽ പോവുകയാണ്, ചേട്ടൻ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പോരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ എൻ്റെ കൂടെ പോന്നിട്ട് അവിടെ ചെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ എൻ്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ പോരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു. രാവിലെ 7 മണിക്ക് ഉടമ്പടി ക്ലാസ്സിൽ കയറി. ഞാൻ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് 1 മണിക്കാണ്. അത്രയും സമയം എൻ്റെ ജീവിത പങ്കാളി ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യത 22 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ KSF-ൽ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, KSF-ൽ ചിട്ടി ചേർന്നിട്ട് വിളിക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ 3-ാമത്തെ മാസം
ഞാൻ ചിട്ടി വിളിക്കാനായിട്ട് എഴുതി കൊടുത്തിരുന്നു. ഏപ്രിൽ മാസം 21-ാം തീയതി ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചിട്ടി വിളിക്കാൻ പോകാനിരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ 3.5 ലക്ഷം രൂപയ്ക്ക് ചിട്ടി വിളിക്കാൻ എഴുതി കൊടുത്തിരിക്കുന്നതാണ്, ഇനി നമ്മൾ പോകേണ്ട കാര്യമില്ല എന്ന്. 12:30 ആയപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, നീ പോകൂ എന്ന്. അപ്പോൾ തന്നെ ഞാൻ റെഡിയായി പോയി. 1 മണിക്ക് ചിട്ടി വിളിക്കാൻ ഞാൻ അവിടെ പോകുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, എന്നെ നാണം കെടുത്താനായിട്ട് അമ്മ എന്നെ അവിടെ കൊണ്ടുപോകരുതേ എന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓഫീസിൻ്റെ ഫ്രണ്ടിലെ വാഹനങ്ങൾ കണ്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അകത്തേക്ക് കയറൂ എന്ന്. അങ്ങനെ ഞാൻ അകത്ത് കയറി. അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ ഇരുന്നോ, സമയമാവുമോ ഞാൻ വരുമെന്ന്. വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ വിളിക്കാൻ പോകുന്ന ചിട്ടിക്ക് ഞാനല്ലാതെ വേറൊരു വ്യക്തി പോലും അവിടെ ഉണ്ടാകരുതേ എന്ന്. അങ്ങനെ ചിട്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിളിക്കുന്ന ചിട്ടിയിൽ 9 വ്യക്തികൾ ചിട്ടി വിളിക്കാൻ എഴുതി കൊടുത്തിരുന്നു. ഞാനല്ലാതെ വേറൊരു വ്യക്തി പോലും അവിടെ സന്നിഹിതയായിരുന്നില്ല. അങ്ങനെ ചിട്ടി സ്റ്റാർട്ട് ചെയ്തു. 3.5 ലക്ഷം രൂപയ്ക്ക് വിളിക്കാൻ എഴുതി കൊടുത്തിരുന്ന ചിട്ടി 4,09,000 രൂപയ്ക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ അസുഖമുണ്ടായിരുന്നു. 17 വർഷത്തോളമായി ഞാൻ വെരിക്കോസ് വെയിൻ്റെ അസുഖം മൂലം ബുദ്ധിമുട്ടുന്നു. 8 വർഷത്തോളമായി ഷുഗർ എനിക്കുണ്ട്. അങ്ങനെ ഞാൻ വെരിക്കോസ് വെയിന് ഡോക്ടറെ കണ്ടിരുന്നു. ഒരുപാട് ഓയിൽമെൻറ്റുകളും മെഡിസിനുകളും തന്നു. നിസ്സാര സമയത്ത് ശമനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് 5 മിനിറ്റ് നടക്കുവാനോ നിൽക്കുവാനോ സാധിക്കാത്തൊരു വ്യക്തിയായിരുന്നു. 2024 ജപമാല റാലിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു. വെരിക്കോസ് വെയിൻ്റെ അസുഖം മാറാനോ മസിൽ കയറുന്ന അസുഖം മാറാനോ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. എൻ്റെ വലത് കാലിൽ മുട്ടിന് മുകളിലായി ഞരമ്പ് വലിയുന്ന ഒരു അസുഖവും ഉണ്ടായിരുന്നു. ഞാൻ 2 ഡോക്ടർമാരെ കണ്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഡോപ്ലർ സ്കാൻ ചെയ്ത് നോക്കാം, ബ്ലോക്ക് ഉണ്ടെന്ന്. പക്ഷേ ഞാൻ അതിനൊന്നും തയ്യാറായില്ല. ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് അന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം ഇതുവരെ എനിക്ക് ഈ അസുഖം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. 3-ാമത്തെ സാക്ഷ്യം എൻ്റെ പട്ടയമാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിന് 18 വർഷത്തോളമായി പട്ടയമില്ല. ഞങ്ങളവിടെ 3 വീട്ടുകാരാണ് താമസിക്കുന്നത്. അവർ 40 വർഷം 30 വർഷമായ വ്യക്തികളാണ്. ഞങ്ങൾ 18 വർഷമായി ആ സ്ഥലം വാങ്ങിച്ചിട്ട്. ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വ്യക്തി 42 വർഷത്തോളം അവിടെ പട്ടയമില്ലാതെ താമസിച്ചിരുന്നു. ആ വ്യക്തിയിൽ നിന്നും ഞങ്ങൾ സ്ഥലം വാങ്ങിയപ്പോൾ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, ഇതിന് പട്ടയം കിട്ടില്ല, ഇത് പുറമ്പോക്കാണെന്ന്. അപ്പുറത്തുള്ള പറമ്പുകാരൻ ഞങ്ങളോട് പറഞ്ഞു, അത് വാങ്ങിക്കോളൂ, ഞങ്ങളുടെ കയ്യിൽ ആധാരമുണ്ട്, ഞാൻ തരാമെന്ന്. അങ്ങനെ വാങ്ങി. ഞങ്ങൾ വില്ലേജിൽ ചെന്നപ്പോൾ അറിഞ്ഞു ഇത് പുറമ്പോക്ക് ഭൂമിയാണ്, അതിന് ആധാരം തരാൻ പറ്റില്ല എന്ന്. അന്ന് മുതൽ ഞങ്ങൾ പട്ടയത്തിനുള്ള അപേക്ഷ കൊടുത്തുകൊണ്ടിരുന്നു. 2024 മെയ് മാസത്തിൽ ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് ഫയൽ കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു കാശ് രൂപം തന്നിട്ട് എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോ മോളെ എന്ന്. ആ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. 2024 ജൂൺ മാസത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ആദ്യമായി ഞങ്ങളുടെ വില്ലേജിൽ മാത്രം റീസർവേ ആരംഭിച്ചു. പട്ടയം കിട്ടാനുള്ള തടസ്സമെന്ന് പറയുന്നത് റീസർവേ കഴിയാത്ത കാരണം പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. ജൂണിൽ റീസർവേ കഴിഞ്ഞു. അവിടേക്ക് പുതിയതായി വന്ന സ്റ്റാഫ് പറഞ്ഞു, നമുക്ക് പുതിയ അപേക്ഷ കൊടുക്കാമെന്ന്. അങ്ങനെ 3 കൂട്ടുകാരുടെയും അപേക്ഷ ഞങ്ങൾ നൽകി. അങ്ങനെ തുടർന്ന് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചവർ ഞങ്ങളോട് പറഞ്ഞു, നീ ഇത്രയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിൻ്റെ മാതാവിന് അത്ര ശക്തി ഉണ്ടെങ്കിൽ നിൻ്റെ കൃപാസന മാതാവ് നിനക്ക് പട്ടയം വാങ്ങിത്തരട്ടെ എന്ന്. അത്രയും നാൾ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത്,
എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരം സാക്ഷിയാക്കി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമേ എന്നായിരുന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മേ, ഞാൻ ഒരിക്കലും അമ്മയെയോ ഈശോയെയോ വിട്ടുപോകില്ല. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായി എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പട്ടയത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഇന്നലെ ഈ പട്ടയം ഞങ്ങളുടെ കയ്യിൽ തൃശ്ശൂർ പട്ടയമേളയിൽ വെച്ച് ഞങ്ങൾക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, ഈ പട്ടയം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ എൻ്റെ നാട്ടിലുള്ള ആരുപോലും അറിയൂ എന്ന്. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പട്ടയം ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോഴും ഞങ്ങളുടെ അപ്പുറത്തുള്ള വ്യക്തികൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. ഈ സ്ഥലം മൊത്തം 60 വർഷമായിട്ട് പട്ടയമില്ലാതെ കിടക്കുന്ന ഭൂമിയാണ്. ഇത്രയും വലിയ അനുഗ്രഹം നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോ അപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ്. ഞാൻ 2 വീലർ ലൈസൻസ് എടുത്തിട്ട് 8 വർഷം കഴിഞ്ഞിരുന്നു. അതിനുശേഷം 4 വീലർ ലൈസൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡും ഞാനും ഡ്രൈവിംഗ് ലൈസൻസിന് പോയി ചേർന്നിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സ്കൂളിൽ പോയി ചേർന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് നന്നായി വണ്ടി ഓടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് പോയി. അപ്പോൾ ഞാൻ രാവിലെ ഈശോയോട് കുർബാനയിൽ പ്രാർത്ഥിച്ചിരുന്നു, നിൻ്റെ സാന്നിധ്യം എനിക്ക് അവിടെ പ്രകടമാക്കി തരണമേ എന്ന്. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. അവിടെ ഈശോയുടെ ശക്തമായ സാന്നിധ്യം ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചു. എൻ്റെ ഉടമ്പടിയിലെ സാക്ഷ്യമായിരുന്നു എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഫസ്റ്റ് ചാൻസിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെന്ന്. കഴിഞ്ഞ ഡിസംബർ 23-ാം തീയതി എനിക്കും ഫെബ്രുവരി 17-ാം തീയതി ഹസ്ബൻഡിനും ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ തന്ന് അനുഗ്രഹിച്ച ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2 വർഷമായി. ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. എനിക്ക് എവിടെ നിന്നാണ് ഇവിടെ വരാനുള്ള പൈസ എന്ന് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും തലേ ദിവസം ഇവിടെ വരാനുള്ള പൈസ റെഡിയാക്കി അമ്മ തരും. ഞാനിവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി അതിൽ ബൈബിൾ വചനങ്ങൾ ഓരോന്നും ഓരോ പത്രത്തിലും എഴുതി വീടുകൾ കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കും. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് പൊതിച്ചോറുണ്ടാക്കി വഴിയരികിൽ ഭിക്ഷയാചിക്കാനിരിക്കുന്നവർക്ക് കൊണ്ടുകൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ മുൻപിൽ കൈനീട്ടുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ബൈബിൾ ഒരു പ്രാവശ്യം മുഴുവനായിട്ടും വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എന്ന് പറയാൻ തന്നെ എനിക്കിപ്പോൾ നാണമാണ്. കാരണം ഞാൻ അത്രയും തകർന്ന അവസ്ഥയിലായി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആത്മീയമായിട്ട് വളരെയധികം ഉയർന്നു. ഓരോ ദിവസവും വീട്ടിൽ ബൈബിൾ വായിക്കാനും ബൈബിൾ വചനങ്ങൾ ഷെയർ ചെയ്യാനുമാണ് കൂടുതൽ സമയം ഞങ്ങളിപ്പോൾ കണ്ടെത്തുന്നത്. പിന്നെ കുമ്പസാരം, കുർബാന, കുടുംബ പ്രാർത്ഥന, ഇത് 3ഉം ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും ഒരിക്കൽ കൂടി ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ ഇതിലും വലിയ സാക്ഷ്യം നൽകാൻ അമ്മ അനുവദിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ഭൂമുഖത്തുള്ള എല്ലാ ജനതയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 16-ാം വചനമാണ്. ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചപ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ വിജയവും യാത്രയും അർത്ഥശൂന്യമാണ്. മോശ മനസ്സിലാക്കിയത് ഒന്നാണ്, വാഗ്ദത്ത ദേശം ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ടത് ദൈവം കൂടെയുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം പറയുന്നു, എനിക്ക് ജോലി വേണം, ഭവനം വേണം, പരീക്ഷയിൽ നല്ല വിജയം വേണം, സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷേ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥ സമാധാനവും സന്തോഷവും ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മാത്രമാണ്. ദൈവം കൂടെയുള്ള, ദൈവം വ്യത്യസ്തരാക്കിയ മക്കളുടെ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്.
ഉടമ്പടി ജീവിതത്തിലെ മക്കളാണ്. മറ്റു പല ജനതകളിൽ നിന്നും ഭൂമുഖത്തുള്ള മറ്റ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായവർ. ഒരുപക്ഷെ അവർ ക്രിസ്ത്യാനികളായിരുന്നായിരിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ അവരെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ ഉടമ്പടി വിശ്വസ്തതയാണ്. ഡാലി ആൻഡോ എന്ന സഹോദരിയും കുടുംബവും നമ്മുടെ അരികിൽ പങ്കുവച്ചതും അതുതന്നെയാണ്. അവരെ വ്യത്യസ്തമാക്കിയത് ഉടമ്പടി ജീവിതമാണ്. കാരണം ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെക്കാളും വ്യത്യസ്തമാണ്. കാരണം ഇവർ പറഞ്ഞത്, നേരത്തെ ഇവർ കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയോ കുടുംബ പ്രാർത്ഥനയോ ജപമാലയോ ഒന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഇവർക്ക് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിച്ചു. കുടുംബജീവിതവും ജപമാലയും കുടുംബ പ്രാർത്ഥനയുമായി മക്കളോടൊപ്പം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവർ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഒരു വീടുണ്ടെങ്കിലും ദൈവശാന്തി ഇല്ലെങ്കിൽ സന്തോഷമില്ല. പരീക്ഷയ്ക്ക് വിജയം ലഭിച്ചെങ്കിലും ദൈവകൃപയില്ലെങ്കിൽ മനസ്സിന് നിറവില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്കും മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാകാനായിട്ട് ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഡാലി ആൻഡോയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ. പരിശുദ്ധ കൃപാസന മാതാവിന് ഇന്ന് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷീബ ഇബ്രഹാം. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് തോന്നിയാമല എന്ന സ്ഥലത്ത് നിന്നാണ്, ഇടവാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സാം, ഒഫീഷ്യൽ നെയിം രാജേഷ്, മോള് അൽമിത, ഇളയ മകൾ അൽമിയ. ഞങ്ങളെ കുടുംബപരമായി ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ കൃപാസന മാതാവിനോട് ദിവ്യകുമാരനോടും 1000 നന്ദി പറയുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2023 ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിനെക്കാട്ടി 3 ഇരട്ടി മധുരമാണ് എൻ്റെ ഈ രണ്ടാമത്തെ സാക്ഷ്യം. കാരണം ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് സാക്ഷ്യം പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ അൾത്താരയിൽ എനിക്ക് കുടുംബമായി നിന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ കൃപാസന മാതാവ് എന്നെ സഹായിച്ചതിനെ ഓർത്ത് 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എൻ്റെ സാമ്പത്തിക മേഖലയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണമാണ്. 2025 മെയ് മാസത്തിൽ എൻ്റെ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഡെയിലി ആവശ്യങ്ങൾക്കായി കുറച്ച് ഗോൾഡ് വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയും മൂത്ത മകളും മാത്രമാണ് നാട്ടിലുള്ളത്. ഞാനൊരു നേഴ്സാണ്, സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു എക്സ് മിലിറ്ററി ആണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം വീട്ടിൽ അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിനോവേഷൻ്റെ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഏകദേശ കണക്കാണ് 12 പവനിൽ കൂടുതലായിട്ടുള്ള ഗോൾഡ് മിസ്സാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതറിയുന്നത് ഓഗസ്റ്റ് മാസം അവസാനം, അതായത് ഇത് സംഭവിച്ചതിന് ശേഷം, റിനോവേഷൻ തുടങ്ങിയതിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് അറിയുന്നത് ഇത് കാണാനില്ല എന്നുള്ള. കാരണം ഒരു കല്യാണ ചടങ്ങിന് വേണ്ടി മോക്ക് പോകാൻ വേണ്ടി ഞാൻ അമ്മയോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു മോക്ക് ഇതിൽ ഒരു സാധനം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടിയായതുകൊണ്ട് ഒന്നും ഇടാറില്ല. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴാണ് അമ്മ ഇത് അന്വേഷിച്ചു. അന്നേരം കാണാതെയായി. പക്ഷേ അമ്മയ്ക്ക് കിട്ടിയില്ല. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ടുപോയി, കല്യാണ ചടങ്ങിന് പോയി എന്നാണ്. പിന്നെ ഏകദേശം ഒരാഴ്ചയോളം ഇവരിത് അന്വേഷണമായി. എന്നോട് പറഞ്ഞില്ല. കാരണം അമ്മയ്ക്കറിയാം എൻ്റെ ജീവിതത്തിലെ ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതിൽ ഇൻക്ലൂഡഡായി ഈവൻ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ റിങ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. അമ്മയ്ക്കത് എന്നോട് പറയാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. അമ്മ വളരെയധികം ടെൻഷനിലായി. BP ഉള്ള ഒരാളാണ്. പെട്ടെന്ന് ടെൻഷൻ കൂടി, BP എല്ലാം കൂടുതലായിട്ട് പത്തനംതിട്ടയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി. അമ്മ ഇത് അഡ്മിറ്റായതിന് ശേഷമാണ് BP കൂടുതലാണെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരി നാട്ടിലുണ്ട്, ഞാൻ അന്വേഷിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി നീ അമ്മയോടൊന്നും ചോദിക്കരുത്, ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഒന്നും അമ്മയ്ക്ക് വിഷമമാകണ്ട, ഇത് കാണാതെ പോയിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുക, നീ ഉടമ്പടിയിലല്ലേ എന്ന് അവളും പറഞ്ഞു.
പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിഷമം ഉണ്ടായാലും പെട്ടെന്ന് ഒരു ധൈര്യം വന്നു. കാരണം അതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവം തന്ന ജോലിയിൽ നിന്നും എനിക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്നും ഞാൻ സമ്പാദിച്ചതാണ്. അത് ഒരു കാവൽക്കാരി മാത്രമാണ് ഞാൻ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് വീട്ടിൽ വിളിക്കുമ്പോൾ അന്വേഷിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സാരമില്ല, അത് പൊക്കോട്ടെ, കുഴപ്പമില്ല, ദൈവം നമുക്ക് തരാനുള്ളതാണെങ്കിൽ അത് തന്നുകൊള്ളുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ടിന്യൂസായിട്ട് പ്രാർത്ഥിച്ചു. ഏകദേശം 2 ആഴ്ചയോളമായി ഈ സംഭവം നടന്നിട്ട് അവസാനം ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. അപ്പം തീർച്ചയായും ഇത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും ഉറപ്പായി. കാരണം റിനോവേഷൻ ടൈമിൽ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്ന് പോയിട്ടുണ്ട്. ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ചിലപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാം. അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി, ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന്. അതായത് ഇത് 2 വീക്സിന് ശേഷമാണ് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം. അങ്ങനെ ഞാനൊരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം രാത്രിയിൽ, അത് 48 hours കഴിഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു, അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്, ശക്തമായിട്ട് ഒരു സ്ഥലം അമ്മയ്ക്ക് മാതാവ് എഴുന്നേക്ക് നീ അവിടെ പോയി നോക്ക് എന്നുള്ളൊരു പ്രേരണ ശക്തമായിട്ടുണ്ടായി. അത് ആക്ച്വലി എൻ്റെ വീടുമായിട്ട് ബന്ധമില്ലാതെ അപ്പുറത്തുള്ള ഞങ്ങളുടെ പഴയ വീടാണ്. അവിടെ പോകാൻ വേണ്ടി ഒരു സാധ്യതയും കുറവാണ്. അമ്മ വെച്ചെന്ന് 100% ഉറപ്പുള്ള സ്ഥലത്ത് പല പ്രാവശ്യം പല ആൾക്കാർ, ബന്ധുക്കാരെല്ലാവരും ചെന്ന് നോക്കി, കിട്ടിയില്ല. പക്ഷേ ഈ സ്ഥലം ശക്തമായ പ്രേരണ ഉണ്ടായ സമയത്ത്, അത് ഏകദേശം രാവിലെ ടൈമാണ്. അപ്പം ആ സമയത്ത് ഞാൻ പ്രഭാത പ്രാർത്ഥന തുടങ്ങുന്ന സമയമാണ്. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അപ്പോൾ അമ്മ പെട്ടെന്ന് അത് പ്രേരണ ഉണ്ടായതിന് ശേഷം അവിടെ പോയി നോക്കിയപ്പോൾ വളരെ എല്ലാവർക്കും കാണാവുന്ന ഒരു രീതിയിൽ തുറസായ ഒരു സ്ഥലത്ത് ആ സാധനം, ആ കെട്ട് അതേപോലെ ഇരിക്കുന്നു. വളരെ അത്ഭുതമായി അമ്മ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ആ സമയം തന്നെ, അതിന് മുമ്പ് തന്നെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട സമയത്ത് തന്നെ ഉടമ്പടി പേപ്പറിൻ്റെ ബ്ലൂ പേപ്പറിൽ ഞാൻ എഴുതി വെച്ചു, ഇത് എൻ്റെ ഉടമ്പടി, ഇത് കിട്ടുവാണെങ്കിൽ ഇതെൻ്റെ ഉടമ്പടി സാക്ഷ്യമായിരിക്കും. പിന്നെ 2 വർഷമായി ഞാൻ കൃപാസന റാലിക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട്, അപ്പോൾ അതിന് സാമ്പത്തിക സഹായം എന്ന രീതിയിൽ അതിൽ തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നു, ഇതെനിക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ ഇതിൽ 1 പവൻ സ്വർണത്തിൻ്റെ വില ഞാൻ മഹാറാലിക്ക് വേണ്ടി, കൃപാസന മഹാറാലിക്ക് വേണ്ടി അയച്ചു കൊടുക്കും. ഈ സംഭവം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ആരോടും പറയാതെ ചെയ്തതാണ്. എൻ്റെ അമ്മ, എൻ്റെ പള്ളി മലങ്കര കാത്തലിക് ചർച്ച് തോന്നിയാമല മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. അവിടെ ഒരു നിത്യസഹായ മാതാവ്, ഒരു കൽക്കുരിശുണ്ട്. അമ്മയും അവിടെ നേർച്ച പറഞ്ഞു, ഇത് കിട്ടുകയാണെങ്കിൽ അമ്മയും അതിൻ്റെ ഒരു ഭാഗം ആ കുരിശടിക്കും കൊടുത്തേക്കാമെന്ന്. അങ്ങനെ വളരെ ഭംഗിയായി ഈ കുരിശടി റിനോവേഷൻ ചെയ്യാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഇതുമൂലം സഹായകമായി. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. ഞാൻ 2022 മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പോലും എൻ്റെ ഒപ്പം ഉടമ്പടി പ്രാർത്ഥനയിലോ മറ്റുള്ള കാര്യങ്ങളിലോ പങ്കെടുക്കാത്ത ഒരു വ്യക്തിയാണ്. ഒരു മിലിറ്ററി ആയിട്ടുള്ള ഒരാളാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അക്രൈസ്തവമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ കൂടിയാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതിലോ പുള്ളിക്ക് പള്ളിയിൽ പോകുന്നതിലോ മാതാവിൻ്റെ വിശ്വാസത്തിലോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ കൃപാസന മാതാവിൽ വിശ്വാസമില്ല. അപ്പം എനിക്ക് ഭയങ്കര 2023 ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എൻ്റെ കാശ് രൂപം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ ബാഗിൽ നോക്കിയപ്പോൾ ഞാൻ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ ഞാൻ ഈ കാശ് രൂപം പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടപ്പെട്ട നിമിഷമാണ്. ഞാൻ അലറിക്കരയാൻ തുടങ്ങി. കാരണം ഈ ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടാൽ മാതാവ് കൂടെയില്ല എന്ന് ജോസഫ് അച്ഛൻ്റെ പല ടോക്കുകളിലും നിൻ്റെ ഉടമ്പടി മുടങ്ങിപ്പോയത് കൊണ്ടാണ് എന്നുള്ളൊരു ശക്തമായ ഒരു ധാരണ എനിക്ക് വന്നതിന് ഫലമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനപ്പോൾ എനിക്കറിയായിരുന്ന ഒരു കാരണം എൻ്റെ മനസ്സിൽ പറഞ്ഞു, പെട്ടെന്ന് നീ മാത്രം ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് കാര്യമില്ല, നിൻ്റെ ഭർത്താവും കുഞ്ഞുക്കളും എന്ത് ഉടമ്പടിയിലാകുന്നോ അതായിരിക്കും ഈ ഉടമ്പടി മുടങ്ങാൻ കാരണമെന്ന്.
ഞാൻ വളരെ സങ്കടത്തോടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാർത്ഥനയിലോ മറ്റു കാര്യങ്ങളിലോ കൂടാറില്ല, ഒരു പക്ഷേ അതായിരിക്കും എൻ്റെ ഉടമ്പടി. പുള്ളിയും ഈ ഉടമ്പടി കാശ് രൂപം വേണ്ടി എയർലൈൻസിലും അവിടെ എവിടെയൊക്കെ അന്വേഷിക്കുകയുണ്ടായി, പക്ഷേ ഒന്നും ഒരു ഫലമുണ്ടായില്ല. പക്ഷേ അന്നു മുതൽ ഞാനൊരു വർഷം ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടുവെങ്കിലും ഉടമ്പടി ജീവിതം മുടക്കിയില്ല. അത് കണ്ടിന്യൂ ചെയ്തു, പ്രാർത്ഥിക്കുകയും മറ്റുള്ള പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. 2024 നവംബറിൽ ഞാൻ വീണ്ടും നാട്ടിലെത്തി പുതിയ ഉടമ്പടി എടുക്കുകയും ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഇളയ മോളും മാത്രമാണ് സൗദിയിലുള്ളത്. ഞങ്ങൾ ഉടമ്പടി ജീവിതം നയിക്കുന്നു. അത് പുള്ളിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും ഒന്നല്ല 2 പ്രാവശ്യം എൻ്റെ ഒപ്പം ഒന്ന് ഞാൻ മാത്രം ഉടമ്പടിയിലുള്ള സമയങ്ങളിൽ 2023 റോഡിൽ ഓയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സ്കിപ്പായി വണ്ടി. ഹസ്ബൻഡ് ഉൾപ്പെടെ 3 ആൾക്കാർ ആ വണ്ടിയിലുണ്ടായിരുന്നു. ഡ്യൂട്ടി സ്ഥലത്തിന് ഔട്ട് സൈഡിൽ വെച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായി തകരുകയും ചെയ്തു. എങ്കിൽ ആ വണ്ടിക്ക് മാത്രം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ 3 പേർക്കും ഒരു കുഴപ്പവുമില്ലാതെ മാതാവ് കാത്തുപരിപാലിച്ചു. അതിനുശേഷം അതിന് പെനാൽറ്റി ആയി. കാരണം വെളിയിലുള്ളവർക്കറിയാം, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നശിച്ചാൽ വളരെ വലിയ പെനാൽറ്റിയാണ്. ഏകദേശം 10,000 റിയാൽ പെനാൽറ്റി അടിച്ചു. അങ്ങനെ ഞാൻ വളരെ സങ്കടത്തിലായി. ദൈവമേ, ഉടമ്പടി ജീവിതത്തിലാണെങ്കിലും പുള്ളി ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് കൂടിയ സമയത്താണെങ്കിലും വീണ്ടും ആകണമെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്ന് പുള്ളിയും വിചാരിക്കും. അതുകൊണ്ട് മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കമ്പനിയിൽ ഹെൽപ്പ് ചെയ്യുകയും ആ വളരെ തുച്ഛമായ ഒരു തുക പുള്ളിൽ നിന്ന് ഈടാക്കി ബാക്കി മുഴുവൻ തുകയും കമ്പനി പേ ചെയ്ത് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ആക്സിഡൻറ്റ് സംഭവിച്ചത് ഈ മാസം 7-ാം തീയതിയാണ്. ഞാൻ മോളുടെ 10ാം ക്ലാസ്സിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. ഇളയ മോളും കൂടെ നാട്ടിലേക്ക് വന്നു. ഹസ്ബൻഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പോയിരിക്കുകയായിരുന്നു. അന്ന് രാവിലെ ഹസ്ബൻഡ് വിളിച്ചു, എന്നോട് സംസാരിച്ചു വെച്ചു. പക്ഷേ കുറേ നേരമായിട്ടും ഞാൻ പള്ളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് വളരെ വൈകി. അപ്പം എൻ്റെ ഫോണിൽ കോളൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇത്രയും നേരം വിളിക്കാത്തതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളി ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ ആളെ കണ്ടു, കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ആ വാഹനം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇത് തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി പൂർണ്ണമായിട്ടും തലകീഴായിട്ട് മറിഞ്ഞ് മെയിൻ റോഡിൽ നിന്നും ഒരു മണ്ണിൽ ഉള്ള ഒരു റോഡിലേക്ക് 4 പേർ വീലും മേപ്പെട്ടായി ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ഡിസേർട്ട് ഏരിയയാണ്, അവിടെ ആരും അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും വേറൊരു വാഹനം അതുവഴി മാതാവായിട്ട് തന്നെ കൊണ്ടുവരികയും ഞാൻ സെയിം കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്ന ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എങ്കിലും ആളുടെ ദേഹത്തു നിന്നും ഒരു പൊടി പോലും സ്കിന്നിനോ ബ്ലഡോ വരാതെ മാതാവിൻ്റെ ഉള്ളം കരങ്ങളിൽ മാതാവ് കാത്തുപരിപാലിച്ചു. എങ്കിലും പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു 2 ദിവസം ദേഹത്ത് ഒരു ചെറിയ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ മേളത്തെ ഡോർ പൊളിച്ചാണ് ആളെ ഇളക്കുന്നത്. അങ്ങനെ ആ വേദന മാത്രം ഉണ്ടായി. പാരസിറ്റോ പെയിൻ കില്ലർ മാത്രം കഴിച്ചു. ഒരു ഹോസ്പിറ്റലിൽ പോലും പോകാതെ മാതാവ് ആ മകനെ കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ ഫലമായാണ് ആ മകനും ഇന്ന് എൻ്റെ ഒപ്പം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ സാക്ഷിപീഠത്തിൽ നിൽക്കുന്നത്. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഒരു രോഗസൗഖ്യമാണ്. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ കൂടെ ആൾക്കാരില്ലാത്തതിനാൽ പറയാൻ പറ്റാത്ത സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ മോളാണ് ഇത്, മൂത്ത മോൾ അൽമിത. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് 2024 മുമ്പ് തന്നെ ഏകദേശം 2 വർഷമായി അവൾക്ക് ഭയങ്കര സിവിയറായിട്ട് ഹെഡേക്ക് വരുമായിരുന്നു. ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പ്രമുഖമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും കാണിച്ചു. അവൾക്ക് ഒരു ഹാൻഡിന് ചെറിയൊരു വീക്ക്നെസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോഴൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു ന്യൂറോയുടെ പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെ പല ഡിപ്പാർട്ട്മെൻറ്റിലും കാണിച്ചു. ന്യൂറോ കാണിക്കുമ്പം അവർ പറയും ആൾക്ക് അമ്മയൊന്നും കൂടെ ഇല്ലല്ലോ, അതിൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. പല മരുന്നുകളും മാറി മാറി കൊടുത്തു. അതിനുശേഷം വേറെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വന്നപ്പോഴേ എനിക്ക് അവിടെ ഒന്ന് കൊണ്ട് കാണിക്കാൻ തോന്നി. അവിടെ ഒരു ന്യൂറോ ഹെഡിനെ കൊണ്ട് കാണിച്ചപ്പോൾ എന്ത് ഗുളികയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക്
ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്ക്, നമുക്കൊരു EG 24 hours എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ട സമയമായി, ഞാൻ തിരിച്ചുപോയി. എൻ്റെ സിസ്റ്ററാണ് ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 24 hours EG എന്ന റിപ്പോർട്ട് എന്ന ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തരുന്നത്. ആ സമയത്ത് EGയിൽ കൂടി ലെഫ്റ്റ് സെൻട്രൽ റീജിയൻ, ബ്രെയിനിൻ്റെ സെൻട്രൽ റീജിയനിൽ ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലം കൊണ്ടാണ് ആൾക്ക് ഈ ജെർക്ക് മൂവ്മെൻറ്റ് ഹാൻഡിൽ മാത്രം ഉണ്ടാകുന്നതും സിവിയർ മൈഗ്രെയിൻ ഉണ്ടാകുന്നതൊന്നും കണ്ടുപിടിക്കാനിടയായി. ഡോക്ടർ ആദ്യം ഒരു ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു 1 മാസം ഇത് കഴിക്ക്, സിവിയറായിട്ട് വരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് അവൾ കുറച്ച് ദിവസങ്ങൾ ആ ടാബ്ലറ്റ് എടുത്തു. ഞാൻ നാട്ടിലുള്ള സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു വിശുദ്ധ വസ്തുക്കൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കണ്ടിന്യൂസ് ഒന്നും അവൾ ഉപയോഗിച്ചില്ല. കാരണം എപ്പോഴും എന്തിനും അവൾക്കൊരു അസിസ്റ്റൻറ്റ് വേണം. അതുകൊണ്ട് മീൻസ് അതൊക്കെ പിള്ളേരെ കമ്പൽ ചെയ്യാൻ ഒരാൾ വേണം. പലപ്പോഴും അമ്മയെ അത് മിസ്സാക്കി. അങ്ങനെ അത് വല്ലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന സമയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവളുടെ നെറ്റിയിൽ തൈലം ഉപയോഗിക്കുകയും വിശുദ്ധ വസ്തുക്കൾ ഉപ്പും തേനും അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുവേണ്ടി എന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. അത് ഈ തലവേദന കാരണം അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യാനോ പഠിക്കുവാനോ, ആൾ CBSE സിലബസിൽ പഠിച്ച ഒരാളാണ്. പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിലായി. ഞാൻ പറഞ്ഞു പഠിച്ചില്ലേലും വേണ്ടില്ല എൻ്റെ ഈശോയെ, ഒരമ്മയായി നീ കൂടെ ഇരിക്കണം. കാരണം ഒരു അമ്മയുടെ വിഷമം എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനത്തെയുള്ള കണ്ടീഷനിലൊക്കെ. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഈ ടാബ്ലറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അസ്വസ്ഥതയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എടി ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഏത് സമയവും കിടപ്പാണ്, ലൈറ്റ് ഇടാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര മൂകതയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു ഞാൻ ഇനി ഈ ടാബ്ലറ്റ് അവൾക്ക് കൊടുക്കുന്നില്ല. ഞാൻ തീരുമാനിച്ചു നീ മാറ്റുവാണെങ്കിൽ മാറ്റ്, അല്ലെങ്കിൽ വേണ്ട. കാരണം ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും മാതാവിൽ വിശ്വസിച്ചു. ഞാനിവിടെ വെക്കേഷന് വന്നപ്പോൾ കഴിഞ്ഞ നവംബറിൽ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. ജോസഫ് അച്ഛൻ ഒരു കാശ് രൂപം കൊടുത്തു അവൾക്ക് പ്രാർത്ഥിച്ചിട്ട്. അവൾക്ക് പേടിയാണ്, ഇത് മിസ്സാകുമോ എന്ന് വിചാരിച്ച് കഴുത്തിലിടാറില്ല. ഞാൻ പറഞ്ഞു പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇതെടുത്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് എൻ്റെ പ്രാർത്ഥനയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം പൂർണ്ണമായിട്ടും ടാബ്ലറ്റും കാര്യങ്ങളും എല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്തു. വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം വളരെ സിവിയറായിട്ടുള്ള പെയിന് ഒരു 85% മാറി. ഇപ്പം വല്ലപ്പോഴും വരുന്ന ഒരു സാധാരണ തലവേദനയായി 2-3 മാസങ്ങൾ കൂടുമ്പോൾ ഒരു ചെറിയ രീതിയിൽ. ഇന്നലെ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ മടിയാണ് കൂടെ നിൽക്കാൻ വേണ്ടി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു അവിടെ സാക്ഷ്യം പറയണമെങ്കിൽ കൂടെ ആൾക്കാർ വേണം, അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഞാൻ സാക്ഷ്യം പറയില്ല. അപ്പോൾ അവൾ പറഞ്ഞു അമ്മേ ഞാനും വന്നു കൊള്ളാമെന്ന്. അങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇന്ന് എൻ്റെ മകളും എൻ്റെ ഒപ്പം ഇരിക്കുന്നു. രണ്ടാമത് ലഭിച്ചത് എൻ്റെ രോഗസഖ്യമാണ്. എനിക്ക് 5 വർഷമായി എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിലും റൈറ്റ് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ബ്രസ്റ്റിൽ എൻ്റെ ഇളയ മോളുടെ പ്രായമാണ്, മൂത്ത മോളുടെ പ്രായമാണ്. ആ സമയം തൊട്ട് ആപ്സിസ് ആയതിനു ശേഷം സർജറിയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു സിസ്റ്റാണ്. അതിന് ഞാൻ 4 വർഷമായിട്ട് അൾട്രാസൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും വെക്കേഷൻ വരുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യും. പക്ഷേ 3ാമത്തെ വർഷം അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാമോഗ്രാം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ലെഫ്റ്റിൽ മാത്രമല്ല റൈറ്റ് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം വർഷം തോറും മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. 2ാമത്തെ വർഷം ഞാനത് പറഞ്ഞതിന് ശേഷം വന്നപ്പോൾ ഞാൻ വിശുദ്ധ വസ്തുക്കൾ അതിനുശേഷം എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ വന്ന് മാമോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ലെഫ്റ്റ് സൈഡിലെ നിൻ്റെ സിസ്റ്റർ ഇപ്പോൾ പൂർണ്ണമായും വളരുന്നില്ല, സെയിം എങ്ങനെയായിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന് ചെറിയ രീതിയിൽ വളർച്ചയുണ്ടായിരുന്നു. ഈ 1 വർഷമായിട്ട് പൂർണ്ണമായും അതിൻ്റെ വളർച്ച നിന്ന് പോയിരിക്കുന്നു. നിൻ്റെ റൈറ്റ് ബ്രസ്റ്റ് തീർത്തും ഫ്രീ ആണ്. ഇനി മാമോഗ്രാമോ അൾട്രാസൗണ്ടോ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 40 വയസ്സിന് മുകളിലായതുകൊണ്ട് 2 വർഷം കൂടുമ്പോൾ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്ന് അൾട്രാസൗണ്ടോ നിങ്ങൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ചെയ്യുകയോ ചെയ്താൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ആ വിഷയത്തിലും മാതാവിൻ്റെ മാധ്യസ്ഥമുണ്ടായി. അടുത്ത സാക്ഷ്യം എൻ്റെ ഇളയ മകളെ അൽമിയ. ഇവക്കിപ്പോൾ 6 വയസ്സുണ്ട്. ഇവളെ 4 മാസം തൊട്ട് എൻ്റെ ഒപ്പമാണ് സൗദിയിൽ. ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ഇവളെ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഞങ്ങൾ 2 പേരും പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് പല രീതിയിലും ശ്രമിച്ചു
നോക്കി ഇവളെ അന്ന് തൊട്ട് എൻ്റെ ഇക്കാമയിലൊന്ന് എൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലും ഇക്കാമയിലൊന്ന് ആക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ഒരിക്കലും അവിടുത്തെ റൂൾസ് അറിയുന്നവർക്ക് അറിയാം, അത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് പ്രാവർത്തികമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഈ ജനുവരി 2026 എൻ്റെ കോൺട്രാക്റ്റ് ഫിനിഷ് ആകുകയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയില്ല. എൻ്റെ മൂത്ത മകളെ ഞാൻ എൻ്റെ 6ാം മാസത്തിൽ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വന്ന ആളാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ട്. ഇനി രണ്ടാമത്തെ ആളെയും കൂടെ നിർത്തി ഞാൻ വരില്ല. അതിനി അന്നത്തെ സാമ്പത്തിക ശേഷി പ്രത്യാസം മൂലമാണ് ഞാൻ അന്നത് ചെയ്തത്. ഇപ്പോഴും ഞാനും ഹസ്ബൻഡുമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആയിട്ട്. അപ്പം നിനക്കിഷ്ടം ഞാൻ നാട്ടിൽ പോകുന്നതാണെങ്കിൽ ഈ ഇളയ മോളെ കൊണ്ട് ഞാൻ നാട്ടിൽ പോകും. ജനുവരിയിൽ മാർച്ച് തൊട്ട് അവൾക്ക് നാട്ടിൽ പഠിക്കും. മൂത്ത മോളുടെ കൂടെ അവളും ജീവിക്കട്ടെ. ഇല്ല, നിനക്ക് ഇക്കാമ തരണമെന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ജനുവരിക്ക് മുമ്പ് എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇക്കാമ തരണം. അങ്ങനെയാണെങ്കിൽ മാത്രം. കാരണം ജനുവരി 1 ഇവർക്ക് ലാസ്റ്റാണ് റിന്യൂവൽ തീരുവാണ് 1 ഇയറിലേക്കുള്ളത്. ഇപ്പോൾ അവിടെ 3 മാസം കൂടുമ്പോഴാണ് റിന്യൂവൽ വരേണ്ടത്. ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ വിസിറ്റിങ്ങിൽ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡയറക്റ്റ് ഞാനും ഹസ്ബൻഡും എല്ലാം കൂടെ പോയി ശ്രമിച്ചു നോക്കിയതാണ് ദമാം എന്ന സ്ഥലത്ത്. പക്ഷേ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് റിജക്ഷനാണ് ഉണ്ടായത്. പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. പക്ഷേ ഡിസംബർ ആയപ്പോഴേക്കും എല്ലാത്തിന്മേലും അധികാരമുള്ള മാതാവ് സൗദി ലോയെ തന്നെ മാറ്റിമറിച്ചു. പ്രൈവറ്റ് സെക്ടറിൽ ഫാദറും മദറും ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ സ്വന്തമായിട്ട് ഇക്കാമ നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടെ കൂട്ടാം, അവർക്ക് ഇക്കാമ ലഭിക്കുമെന്നുള്ള ഒരു വാർത്ത കേട്ടു. ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഡിസംബർ ലാസ്റ്റ് തന്നെ എൻ്റെ കുഞ്ഞിനെ ഇക്കാമ കിട്ടി. അതിൻ്റെ ഫലമായിട്ട് ജനുവരിയിൽ ഞാൻ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയും ചെയ്തു. ഇത്രയുമാണ് മാതാവ് ഈ 2024 ശേഷം എൻ്റെ പുതിയ ഉടമ്പടിക്ക് ശേഷം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ വർഷം തോറും മാത്രം വരത്തുള്ളൂ. ഒരു പ്രാവശ്യം, ഈ വർഷം മാത്രമേ 2 പ്രാവശ്യം വന്നുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ എത്ര മാസത്തെയാണോ മിസ്സിങ് പത്രം അതെല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ ഈവൻ ഗൾഫ് റീജിയനിൽ വരെയും ഞാൻ പത്രപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സൗദി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നു. അങ്ങനെ എതിരെയുള്ള ഒരു കൺട്രിയാണ്. അവിടെ ഷോപ്പിംഗ് മാളുകളിലും പേഴ്സണലായിട്ട് ആൾക്കാരോട് നേരിട്ട് സംസാരിച്ച് കൃപാസനത്തെ പറ്റി അറിയിക്കുകയും മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പലരും എന്നെ അതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. ഈവൻ ഒരു പ്രാവശ്യം സെക്യൂരിറ്റി മാളിൽ നിന്ന് തന്നെ സെക്യൂരിറ്റി തന്നെ എന്നോട് പറഞ്ഞു, എന്താണ് കയ്യിലിരിക്കുന്നത്? കാരണം അവർ ആ പേപ്പർ കണ്ടു. അവർക്ക് മനസ്സിലായിട്ട് എന്നോട് വന്ന് ചോദിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു, ഇല്ല, ഇതെൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുകയും എന്നിട്ടും ഞാൻ പുറത്തു പോയി ആ പത്രം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് പോലും പലപ്പോഴും നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ പലരും അവിടെ പത്രങ്ങളും മറ്റുള്ള ആൾക്കാരിൽ നിന്നും വരുത്തിയിട്ട് കൊടുക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറയും, ആ പത്രം ഇങ്ങനെ എൻ്റെ തന്നേരം ഞാൻ കൊണ്ടു കൊടുത്തോളാം, ആ അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമാകുന്ന അനുഗ്രഹം നിങ്ങൾ മേടിച്ചോ എന്ന് പറഞ്ഞ് അവർ പത്രം തന്നിട്ടുണ്ട്. അത് ഞാൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കൃപാസന മാതാവിനെ പറ്റി എൻ്റെ അറിവിൽ ആരൊക്കെയുണ്ടോ അവരോടൊക്കെയും പറയാറുണ്ട്. പലരും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ രോഗസൗഖ്യമായും പല വിസ പ്രോസസ്സിംഗ് ആയിട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ കൂടെ ഇല്ലാത്തതിനാൽ എനിക്കത് പറയാൻ സാധിക്കുകയില്ല. പിന്നീട് എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു തുക മാറ്റിയെടുക്കുകയും കാരുണ്യ പ്രവർത്തികൾക്ക്, അത് അർഹതപ്പെട്ടവർക്ക് ആഹാരത്തിൻ്റെ രൂപത്തിലും മെഡിസിൻ്റെ രൂപത്തിലും ചികിത്സാ സഹായവുമായും വീട് വെക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഏതാണോ അവരുടെ സാഹചര്യം അതനുസരിച്ച് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ അതേപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ് ഞങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. അച്ഛൻ്റെ അതേപോലെ തന്നെ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ എന്ന് സ്റ്റാറ്റസായിട്ട് ഇടുകയും അതിന് നമുക്ക് തോന്നും ഇന്ന ആൾക്ക് ഇത് ആവശ്യമുണ്ട്, ഈ സാക്ഷ്യം ആവശ്യമുണ്ട്, മക്കളില്ലാത്തവർക്ക് വേണ്ടി, ജോലിയില്ലാത്തവർക്ക് വേണ്ടി, അങ്ങനെ അവരുടെ ആവശ്യമനുസരിച്ച് ആ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുകയും അല്ലാതെ ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടിയും അതൊക്കെയും ഇവിടെ കൃപാസനത്തിലെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയും ഷെയർ ചെയ്യാറുണ്ട്. അതിനുശേഷം
ശേഷം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആദ്യം ഞാൻ പറഞ്ഞുവല്ലോ, ഉടമ്പടിയിൽ ഞാൻ മാത്രമാണ് വന്നത്, പ്രാർത്ഥനയ്ക്കൊന്നും ഹസ്ബൻഡ് കൂടുകയില്ല. പക്ഷേ 2024 ഇതൊട്ട് രാവിലെ പ്രഭാതത്തിൽ പലപ്പോഴും എന്നെ വിളിച്ചുണർത്തുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും എന്നോടൊപ്പം വയ്ക്കുകയും കാരുണ്യ പ്രവർത്തികൾക്ക് എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയണമെന്ന്, ഇവിടെ സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഒരു ജപ്തി പരമായിട്ട് വീട് നഷ്ടപ്പെടാൻ പോയെന്ന നമ്മുടെ റിലേഷനിലുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഒരു തരത്തിലും ആ ഒരു വലിയ എമൗണ്ട് കൊടുത്ത് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. എങ്കിലും അതിന് ഹസ്ബൻഡിൻ്റെ പെർമിഷൻ കൂടി എനിക്ക് സഹായിക്കാൻ പറ്റുകയും ആ ജപ്തിയിൽ നിന്ന് ആ ഭവനം രക്ഷപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ പല രീതിയിലും പല ആൾക്കാർക്കും അനാഥാലയങ്ങളിലും മറ്റു പല ആൾക്കാർക്കും സഹായിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ മാറ്റമെന്ന് ഞാൻ പറഞ്ഞാൽ, ഞാനൊരു മലങ്കര കാതലിക് വിശ്വാസിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നാണോ ഇവിടെ ഉടമ്പടിയിൽ തുടങ്ങിയത് അന്നു മുതലാണ് ഞാൻ എൻ്റെ ഡെയിലി ജപമാല ചൊല്ലുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് അതെനിക്ക് മറ്റുള്ളവരോട് പറയുന്നതിന് യാതൊരു മടിയില്ല. ആരെന്തും വിചാരിച്ചു കൊള്ളട്ടെ. എന്തോ ക്രിസ്ത്യാനിയാണെങ്കിലും ഒരാളുടെ ആത്മീയ ജീവിതത്തിൽ ഏത് സ്ഥലമാണോ ആ ആൾക്ക് ഉന്നതിയിലേക്ക് നയിക്കുന്നത്, ആ ആളിൽ ദൈവിക സാന്നിധ്യം എന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നു. എന്നും ഡെയിലി അരമണിക്കൂറെങ്കിലും 1-2 ദിവസങ്ങളിൽ മാത്രം അത് പൂർണ്ണമായിട്ടും മിസ്സായിട്ട് കുറച്ച് സമയ ചുരുക്കം ഉണ്ടായിട്ടുണ്ട്. ദൈവവചനം വായിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം പൂർണ്ണമായും ബൈബിൾ വായിക്കുന്നതിലും. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് ഞാൻ ബൈബിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മാധ്യസ്ഥ പ്രാർത്ഥനകളായിട്ടും ഇടവക തലത്തിലാണെങ്കിലും അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ ഈ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് ഇപ്പം സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടു. എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും, ലൗകിക ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക്, എൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ചൂണ്ടുപലകയായിരുന്നു ഈ കൃപാസനവും ഇവിടുത്തെ ഉടമ്പടിയും. കാരണം അതിപ്പോൾ ഗ്രാഫ് പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒത്തിരി കുറവുകളൊക്കെ ഉള്ള ജീവിതം തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിവിടെ വന്നതിന് ശേഷമാണ്. ഇതിനു മുമ്പും പല കാര്യങ്ങളിലും പ്രാർത്ഥനാ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വളരെ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃപാസനത്തിലെ ഉടമ്പടി വീട്ടിലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്ന ഒന്ന് കാര്യമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലോ നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലോ ഒരിക്കലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് കുടുംബമായിട്ട് മാതാവിനെ ഈ സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം മാത്രമാണ്. അനുഗ്രഹം വൈകിയാലും അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് വരാതെ തിരിച്ചു പോവുകയില്ല. മാതാവ് കൃപാസനത്തിലൂടെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ കുടുംബപരമായും കൃപാസനത്തോടുള്ള നന്ദിയും കടപ്പാടും പരിശുദ്ധ മാതാവിനോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം നിർത്തുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. സങ്കീർത്തനം 107:19 കഷ്ടതയിൽ ദൈവത്തെ വിളിക്കാൻ ഇന്നിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ ഇടപെടൽ ചിലപ്പോൾ ഉടമ്പടിയിൽ ഉടനടിയാവാം, ചിലപ്പോൾ നമുക്ക് ശക്തി നൽകുകയാവാം, ചിലപ്പോൾ ഒരു പുതിയ വഴി തുറക്കലാവാം. ദൈവം നമുക്ക് പ്രശ്നങ്ങളുടെ നടുവിൽ നിലകൊള്ളാനുള്ള ഒരു ശക്തിയാണ് ഉടമ്പടി മക്കൾക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്നത്. പ്രാർത്ഥന രക്ഷയിലേക്കുള്ള വാതിലാണ്. ഈ മകൾ പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തിലെ ചൂണ്ടുപലകയാണ് ഉടമ്പടി എന്നാണ്. നാം തളരുമ്പോഴും ദൈവത്തെ തിരയുമ്പോഴും ദൈവം പ്രതികരിക്കുന്നത് ഉടമ്പടിയിലൂടെയാണെന്നാണ് ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ യോഗ്യതയെ ആശ്രയിച്ചല്ല, നമ്മുടെ വിളിയെ ആശ്രയിച്ചാണ്. നമ്മുടെ കരച്ചിൽ, നമ്മുടെ നിലവിളി, നമ്മുടെ വിശ്വസ്തയോടെയുള്ള ഉടമ്പടി ജീവിതമാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോ അമ്മയെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ഒരു പത്രം കിട്ടുമ്പോൾ തന്നെ സൗദിയിലൊക്കെ മതപരമായിട്ട് അതൊന്നും സാധ്യമല്ല. എങ്കിലും ഈ മകള് മറ്റുള്ളവർക്ക് നഷ്ടമാകാതെ, അനുഗ്രഹം നഷ്ടമാകാതെ മറ്റുള്ളവരുടെ പത്രം കൂടെ അവിടെ ചെന്ന് കൊടുക്കുകയാണ്. പിന്നീട് ഈ മകൾ ചെയ്യുന്ന ഓരോ ആത്മീയ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും കൂടുതൽ
അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ശ്രമമാണ്. ഈ മകൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇവരുടെ ജീവിതത്തിൽ കുടുംബം ഒന്നിക്കുകയും കുടുംബത്തോടെ പ്രാർത്ഥന ചെല്ലുവാനും ഒരു നല്ലൊരു ക്രിസ്ത്യൻ കുടുംബം, അതായത് ദൈവത്തിൽ ഈശോയിലും അമ്മയിലും സ്നേഹത്തോടെ ഉറച്ച ഒരു കുടുംബജീവിതം നയിക്കുവാനും ഈശോയിലും അമ്മയിലുള്ള ഒരു ആത്മീയ ഉണർവാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഇവർക്ക് ലഭിച്ചത്. ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തിലും പുതിയ ഒരു ആത്മീയ ഉണർവുണ്ടാക്കുവാനായിട്ട് നമുക്ക് വേണ്ടിയും നമുക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ ഏത് കഷ്ടതയിലായാലും വിശ്വസ്തയോടെ നമുക്കും കർത്താവിനെ വിളിക്കാം. അവൻ നമ്മെ രക്ഷിക്കും. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ കഷ്ടതകളും ദൈവത്തിൻ്റെ രക്ഷാനുഭവമാക്കി മാറ്റാമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമുക്കും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ഷീബ അബ്രഹാമിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മയുടെയും യേശുനാഥൻ്റെയും അനുഗ്രഹം പ്രാപിച്ച എനിക്ക് ലഭിച്ച അനുഗ്രഹ സാക്ഷ്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാനും എൻ്റെ മകനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അമ്പിളി മോഹനൻ. ഞാൻ കോട്ടയം ജില്ലയിലെ പൊൻകുന്ന് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഉടമ്പടി എടുത്ത 2024 ജൂലൈ മാസം 14-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനു മുൻപേ ഞാൻ ഒരു തവണ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനെയും യേശുനാഥനെയും പ്രാർത്ഥിച്ചിട്ട് പോവുകയുണ്ടായിട്ടുണ്ട്. ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ പരിചയത്തിലൊരു ആൻറ്റി പറഞ്ഞു, അമ്പിളി, എനിക്ക് ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, അമ്പിളി കൃപാസന ആലപ്പുഴ കൃപാസന എന്നൊരു പള്ളിയുണ്ട്, അമ്പിളി അവിടെ പോയി പ്രാർത്ഥിക്കും, അമ്പിളിയുടെ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ തന്നെയാണ് വന്നത്. അപ്പം ആദ്യമായി ഞാൻ ഇവിടെ നിന്ന ഓരോ ആൾക്കാരോട് എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെയാണെന്ന്. അപ്പം ഞാൻ ഓരോരുത്തരോടും ചോദിച്ച് ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് എഴുതാനാണെങ്കിൽ 6 നിയോഗങ്ങളുണ്ട്. പക്ഷേ എഴുതാനാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാണ്ട്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ 6 നിയോഗങ്ങൾ എഴുതി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ മകൻ്റെ ജോലിയായിരുന്നു. അവന് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ പഠിച്ച് പാസ്സായി ഇരുന്നിട്ടും ഒരു ജോലിക്ക് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി, രാജസ്ഥാൻ, അങ്ങനെ ഗുജറാത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ. അപ്പം അവിടെ സാലറി എല്ലാം കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വാടകയ്ക്ക്, ഞങ്ങൾ 10 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക കൊടുക്കണം. പിന്നെ ഇവിടെ ഇവൻ്റെ മൂത്തൊരു ഒരു മോളുണ്ട് എനിക്ക്. അപ്പോൾ അവിടെ കല്യാണം നടത്തണം. അപ്പോൾ ഇവനൊരു എൻ്റെ ഭർത്താവ് ഒരു കൂലിപ്പണിയാണ്, ആശാരിപ്പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇവൻ്റെ ഒരു ജോലി കഴിഞ്ഞ് വേണം ഞങ്ങളുടെ കുടുംബങ്ങൾ എനിക്ക് വീട് വേണം, മോടെ കാര്യങ്ങൾ നടത്തണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇവന് ഇൻ്റർവ്യൂവിന് ഒന്നും പോകുന്നൊന്നും ശരിയാകുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നോട് പറഞ്ഞു, മോനെ, നമ്മുടെ കാര്യങ്ങളെല്ലാം അമ്മ സാധിച്ചു തരും. അപ്പം ഞാനിവന് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എനിക്ക് നേർച്ച വസ്തു കിട്ടിയ കാശ് രൂപം, ഉപ്പ്, ഉടമ്പടി ഉപ്പ്, ഇതവൻ്റെ ഞാൻ കൊടുത്തു വിടും. അപ്പോൾ നമുക്ക് അപ്പം ആ കാര്യങ്ങളെല്ലാം ഇവൻ പറയും. അപ്പോൾ ഞാനങ്ങനെ നമുക്ക് ഏജൻറ്റ് മുഖേന പോകാൻ നമുക്ക് പൈസയില്ല. അതുകൊണ്ട് ഇവൻ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അവനെ സെലക്ഷനാക്കി അവൻ ജോലിക്ക് ഇപ്പം അവൻ പോയിട്ട് 1 വർഷമായി. അവൻ അവധിക്ക് വന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് അവന് വന്നത്. അപ്പോൾ ആ വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും എൻ്റെ യേശുനാഥനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് എൻ്റെ മുട്ടിന് ഭയങ്കര വേദന. എനിക്ക് നേരെ നടക്കത്തില്ല, മുട്ട് മടക്കിയിരിക്കത്തില്ല. ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ട് എനിക്ക് മുട്ടേ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ മഴയാഞ്ഞിട്ട് എന്നെ അടുത്തിരുന്ന ആളെന്നെ പിടിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എൻ്റെ ആ മുട്ടിന് വേദന, അത് ഉടമ്പടി തൈലം പുരട്ടി ഉപ്പും കഴിച്ചതിന് ഫലമായിട്ടാണ് എൻ്റെ മുട്ടിന് വേദന മാറിക്കിട്ടിയത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ 5:30 അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ ഇന്ന് നെറ്റിയെ തൈലം പൂശി എൻ്റെ മുട്ടയിലും പുരട്ടി, അങ്ങനെയാണ് എൻ്റെ മുട്ടിന് വേദന പറഞ്ഞത്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ആ മുട്ടിന് വേദന എന്ന് പറയാനില്ല. പക്ഷേ 2 വർഷമായിട്ട് തുടങ്ങിയത്. ഇപ്പം എനിക്ക് ആ മുട്ടിന് വേദന എന്ന് പറയാനേ ഇല്ല. പിന്നെ എൻ്റെ മകളുടെ കല്യാണക്കാര്യം, അന്ന് 10 കല്യാണം എന്ന് പറഞ്ഞാൽ 10 രൂപ പോലും എടുക്കാനില്ല. പക്ഷേ എല്ലാം ഭംഗിയായി എൻ്റെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റിയില്ല. അതുപോലെ നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടു. പിന്നെ 1 വർഷമായി കല്യാണം കഴിഞ്ഞ്, 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അവിടെ ഇപ്പം അവർക്ക് അവിടെ കല്യാണം കഴിച്ച വീട്ടിൽ അവിടെ ചേട്ടനും ചേട്ടത്തിയുണ്ട്, അവർക്ക് പിള്ളേരില്ല. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായി. അപ്പം ഇപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഇവർക്ക് എന്നാ പിള്ളേരില്ലാത്ത, കുഞ്ഞുങ്ങളില്ലാത്തതെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവർ 1 വർഷം കഴിഞ്ഞ് മതി പിള്ളേർ എന്ന രീതിയിൽ നിന്നിട്ടും ഇവരോട് ചോദിക്കാൻ ഇപ്പം അമ്മയെ അവരങ്ങനെ ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ, കല്യാണം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന്
ഇങ്ങനെ പ്രാർത്ഥിച്ച അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ എൻ്റെ കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. അപ്പോൾ അമ്മയുടെ കാരുണ്യം അവിടെ എനിക്കുണ്ടായി. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. 10 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് സ്ഥലവും വീടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളുടെ പോയതാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഇപ്പം എൻ്റെ കുഞ്ഞ് ജോലിക്ക് പോയി അവൻ്റെ ശമ്പളം കിട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അത് അമ്മയോട് ഞാൻ എൻ്റെ ഈ ജപമാല റാലിയിൽ പങ്കെടുത്തായിരുന്നു. അന്നേരം അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നതിന് മുമ്പ് അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ എനിക്ക് സ്ഥലത്തിനുള്ള അഡ്വാൻസ് ഞാൻ കൊടുക്കേണ്ടി. ഒരാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്, നോക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വില ഞങ്ങൾക്ക് ആ സ്ഥലം കിട്ടി. മിനിഞ്ഞാന്നാറ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം നടന്നത്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ യേശുനാഥനും തന്ന അനുഗ്രഹങ്ങൾ മാത്രം. ഞാൻ എവിടെ വേണേലും ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളുണ്ട്. മൂത്ത മകൾക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. അവർക്കും എന്തെങ്കിലും ജലദോഷമോ പനിയോ എന്തെങ്കിലും വന്നാൽ ഞാൻ പറയും, ഞാൻ ഉപ്പിടും തേനും ഉപ്പും എല്ലാം കാശ് രൂപം എല്ലാം അവർക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു, മോനെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആദ്യമേ ഞാൻ പറയും, മോനെ ഉപ്പ് എടുത്തതാണ്. വിശ്വാസപ്രമാണം അവർക്ക് പിള്ളേരെ വരെ അവൾ വിശ്വാസപ്രമാണം അവൾ പറഞ്ഞു പഠിപ്പിക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ എല്ലാവരും ഇപ്പം അമ്മ മാതാവിനെ യേശുനാഥൻ്റെയും രാവിലെ പ്രാർത്ഥിക്കും. ഞാൻ സമയത്ത് എൻ്റെ ചേട്ടൻ പോലും ഭയങ്കര ഹിന്ദു വിശ്വാസിയായിരുന്നു. എൻ്റെ ചേട്ടൻ പോലും ഞാൻ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വന്നിരിക്കും. എൻ്റെ കുഞ്ഞാണ്, എൻ്റെ മോന്, അവൻ്റെ കാര്യങ്ങൾ അവൻ പറയും. എൻ്റെ പേര് അനന്തു. ഞാൻ ഇൻസ്ട്രുമെൻ്റ് എഞ്ചിനീയറാണ്. ഞാൻ 2022 എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത്. അത് കഴിഞ്ഞ് 2 വർഷത്തോളം ഞാൻ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്തത്. പക്ഷേ എൻ്റെ എയിം തന്നെ എങ്ങനെയെങ്കിലും ഗൾഫിൽ പോവുക, പൈസ ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ ഇൻ്റർവ്യൂകളൊന്നും വരുന്നില്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ പെട്ടെന്നൊരു ഇൻ്റർവ്യൂ, മൾട്ടിനാഷണൽ കമ്പനി ഇൻ്റർവ്യൂ വന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ പോയാൽ കിട്ടും എന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെ എറണാകുളത്ത് ഇൻ്റർവ്യൂ പോയി. ഞാൻ മൊത്തം 10 പേര്, മൊത്തം 10-20 പേർ ഇരിപ്പുണ്ട്. അതിനകത്ത് സെക്ഷനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ആദ്യൊരു 10 പേരെ വിളിച്ച് ഞാനിരിക്കുന്നത് 9ാമത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ 8 പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആരൊക്കെയോ പാസ്സായി, ആരൊക്കെയോ ഫെയിലായി, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ സെക്ഷൻ വന്ന് തൊട്ട് 8ാമത്തെ ആൾ വിളിച്ചപ്പോഴത്തേന് എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. അപ്പം അതിന് വിറയ്ക്കുന്നു, എന്താണെന്നറിയത്തില്ല, ഭയങ്കരമായൊരു സിറ്റുവേഷന്. അപ്പോൾ അടുത്ത എന്നെ വിളിച്ചു, എൻ്റെ പേര് വിളിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അങ്ങനെ എൻ്റെ കഴിഞ്ഞ് പൊക്കോളം പറഞ്ഞു, വെയിറ്റ് ലിസ്റ്റാണെന്നും പറഞ്ഞു. പക്ഷേ അപ്പോഴെനിക്ക് മനസ്സിലായി കിട്ടത്തില്ലെന്ന്. ഞാനത് ഉപേക്ഷിച്ച് പോയി. അങ്ങനെ 3-4 മാസം പിന്നെയും വീട്ടിൽ ഇരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ഇൻ്റർവ്യൂ വന്നു, ഖത്തറിലോട്ടുള്ള. അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അത് 5 വർഷം കോൺട്രാക്റ്റ് ഉണ്ട്. എൻ്റെ ഓരോ സീനിയേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നു, വേറെ എവിടെയും കിട്ടിയില്ലെങ്കിൽ മാത്രം അവിടെ വന്നാൽ മതി, അത്രയും ബെറ്റർ കമ്പനി അല്ല, നീ വേറെ കിട്ടിയില്ലെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനവിടെ പാസ്പോർട്ടും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷേ അവർ വിളിക്കുന്നില്ല, വിസ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വിളിക്കുന്നേ ഇല്ല. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്ന സമയത്ത്, പക്ഷേ ഞാൻ ആദ്യം പോയ കമ്പനി അടിപൊളി കമ്പനിയായിരുന്നു. എൻ്റെ സീനിയേഴ്സ് വർക്കിംഗ് ചെയ്യുന്നുണ്ട്, അവരെല്ലാം പറഞ്ഞിട്ട് ബെറ്റർ കമ്പനിയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഗ്രോത്ത് ഉണ്ട്, സോ നീ നോക്കെന്ന് പറഞ്ഞു. പക്ഷേ ആ കമ്പനി കിട്ടിയില്ല. സെക്കൻഡ് കമ്പനിയിൽ പോയിട്ടും കാര്യമില്ല. പക്ഷേ ഞാൻ കൊടുത്തു. ഇങ്ങനെ ഇരുന്ന സമയത്താണ് ആദ്യത്തെ കമ്പനി പിന്നെയും ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് പോയി നോക്കാം. പക്ഷേ പാസ്പോർട്ട് ഓൾറെഡി ഞാൻ 2ാമത്തെ കമ്പനി സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു. ശരിക്കും അങ്ങനെ തരത്തില്ല, അവർ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് തരത്തില്ല. അതൊരു ഏജൻസിയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച്, മാഡം തിരിച്ചു തരാമോ ഇങ്ങനെ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു, കുഴപ്പമില്ല വെച്ചോ, ഞാൻ വിസ വരുവാണെങ്കിൽ വിളിച്ചോളാം, അതുവരെ പാസ്പോർട്ട് വെച്ചോളാം പറഞ്ഞു. ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ പോയി പാസ്പോർട്ട് മേടിച്ച് ഈ കമ്പനി പോയി. ഈ കമ്പനി പോകുമ്പം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഉടമ്പടിയിൽ അമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഗൾഫിൽ പോകുന്ന കാര്യം. അമ്മ അപ്പം എൻ്റെ ഒരു പേപ്പറിൽ ഉപ്പും കാശ് രൂപം തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് നീ കയറി ചെല്ലുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ നിലത്തിട്ടു എന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കുറേ വെയിറ്റിംഗ് റൂമുണ്ട്, ഒരു 10-200 പേര് ഇരിക്കുന്ന കുറേ സീറ്റ് ഇരിക്കുന്ന ഒരു വെയിറ്റിംഗ് റൂമുണ്ട്. അവിടെ പോയിട്ട് എനിക്ക് ആകെപ്പാടെയും നന്മ നിറഞ്ഞു പറയുമ്പോൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ, വേറെ പ്രാർത്ഥനയൊന്നും ശരിക്കും അറിയത്തില്ല. ഞാനത് പ്രാർത്ഥിച്ചിട്ട്
കുറച്ച് ഉപ്പെടുത്ത് ഇങ്ങനെ ചെറുതായിട്ടും തൂക്കിയിട്ട് കാശുരൂപം കൈ വിചരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ കൂടുണ്ടായിരിക്കണേ, ഒന്ന് വന്ന് ഫെയിലായതാണ്, ഇനി ഫെയിലായി കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല, ഓൾറെഡി ഉള്ള ജോലിയെല്ലാം കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഗൾഫിന് പോകാൻ വേണ്ടി, ഇതോടെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ ഞാനത് ഈ ലെഫ്റ്റ് സൈഡിൽ പോക്കറ്റിൽ കാശുരൂപം ഇട്ടിട്ട് ഞാൻ കയറി ചെന്നു കഴിഞ്ഞപ്പം മൊത്തം 10 പേരിരിക്കുക. 10 പേരിൽ പഴയ പോലെ തന്നെ 9ാമത്തെ നമ്പർ സീറ്റ് എനിക്ക് കിട്ടി. ബാക്കി മൊത്തം 10 പേര് എൻ്റെ നമ്പർ വന്നു. ഞാൻ ഭയങ്കര അപ്പം കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ കയറി ചെന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഓക്കെ. പക്ഷേ പുള്ളി കൂടുതൽ ക്വസ്റ്റ്യൻ തന്നെ, ബാക്കിയുള്ളവരോട് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്നോട് വലിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, കുറച്ച് സേഫ്റ്റി ക്വസ്റ്റ്യൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളി ഓക്കെ യു സെലക്റ്റഡ് എന്ന് പറഞ്ഞ് ഇട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ പോയ 10 പേരിലും 4 പേരെ സെലക്ട് ആയിട്ടുള്ളൂ, 6 പേര് അപ്പോഴും ഫെയിലാണ്. അതും എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ അന്ന് കാശുരൂപ ഇല്ലായിരുന്നെങ്കിൽ അതും ഫെയിലായിരുന്നു ഞാനെന്ന്. പക്ഷേ എന്തോ ഒരു അത്ഭുതം അന്നുണ്ടായി, ഞാൻ രക്ഷപ്പെട്ടു അവിടുന്ന്. മീൻസ് ഇവിടെ മാത്രമല്ല എനിക്ക് ഇൻ്റർവ്യൂ, എനിക്ക് മെഡിക്കലും കഴിഞ്ഞു, വിസ എല്ലാം കിട്ടി ഞാൻ അബുദാബി ചെന്നു. അവിടെ ഞങ്ങൾക്ക് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇവിടുത്തെ ഇൻ്റർവ്യൂ മാത്രമല്ല, അവിടെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. ആ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ ഓതറൈസേഷൻ വർക്ക് എടുത്ത് ചെയ്യാനുള്ള ഓതറൈസേഷൻ കിട്ടത്തുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോഴും അതൊരു പ്രശ്നമാണ്. അവിടെ ചെന്ന് ഞങ്ങൾ 7 പേരാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ബാക്കി 6 പേരോട് ചോദിച്ച് എന്നോട് വന്നപ്പോൾ എല്ലായിട്ട് കോർ ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നുമില്ല. എന്നോട് കുറച്ച് സേഫ്റ്റി ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പിന്നെ കുറച്ച് ടാസ്ക് വന്നു ചെക്ക് ചെയ്യാനൊക്കെ. അതെല്ലാം ഈസി ആയിരുന്നു. അതെല്ലാം ചെയ്തതും പാസ്സായി. ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ടോട്ടൽ 3 അറ്റംപ്റ്റ് ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അങ്ങനെ ഓതറൈസേഷനും കിട്ടി, ജോലിക്ക് ജോയിൻ ചെയ്തു. ഇതാണ് എൻ്റെ ഒരു അത്ഭുതം. ഈ ഒരു അത്ഭുതം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടോട്ടൽ 3 അറ്റംപ്റ്റാണ് ഉള്ളത്. 3 അറ്റംപ്റ്റും പാസ്സായില്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് റിജക്റ്റ് ചെയ്യും, തിരിച്ച് നാട്ടിലോട്ട് അയക്കും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പാലക്കാടുകാരാണ്, പേരും പറയുന്നില്ല. അവന് 3 അറ്റംപ്റ്റും ഫെയിലായി. അവന് ഇനി നാട്ടിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അപ്പം അവൻ എന്നോടൊന്ന് പറഞ്ഞു, എടാ എന്താ ചെയ്യുക, ഒരു രക്ഷയിൽ ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാണക്കേട് വന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ, എൻ്റെ പേഴ്സിൽ ഞാൻ പേപ്പറിൽ പൊതിഞ്ഞിട്ടൊരു ഉപ്പും കാശുരൂപ എപ്പോഴും പോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാനെടുത്തത് അവൻ്റെ പോക്കറ്റിൽ ലെഫ്റ്റ് സൈഡ് പോക്കറ്റ് ഇട്ട് പറഞ്ഞു, എടാ നീ ഇനി ഇതും കൊണ്ട് പോകും, ഇനി നീ നോക്കാം, നിന്നോടും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവന് ക്വസ്റ്റ്യനും എല്ലാം അറിയാം, ആൻസർ എല്ലാം അറിയാം. പക്ഷേ അവന് വെപ്രാളാണ്, ബബ്ബാന്ന് വെച്ചുകൊണ്ടിരിക്കും, ഭയങ്കര വെപ്രാളാണ്. അതാണ് പ്രശ്നം. അവനതുകൊണ്ട് ഇൻ്റർവ്യൂ പോയി, അവന് പാസ്സായി കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, നീ എന്താ എനിക്ക് തന്നേന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ നീ തന്നത്, അതെനിക്കും വേണമെന്ന് പറഞ്ഞു. എത്ര പൈസ ആണ് തരാൻ പറഞ്ഞു. ഞാൻ പൈസ അല്ലടാ, അതൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞെടുത്തു. അവൻ പറഞ്ഞു, തിരിച്ച് നീ നാട്ടിൽ പോയി ലീവിന് വന്നാണ്, തിരിച്ച് നീ വരുമ്പോൾ എനിക്കും ഇതുപോലെ ഒരെണ്ണം തരണം, എത്ര പൈസ കുഴപ്പമില്ല, ആ പൈസ ഒന്നുമില്ല, ഞാൻ കൊണ്ട് തരാടാന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ലൈഫിൽ നടന്ന അത്ഭുതമാണ്. മാതാവിനോട് എന്തെങ്കിലും ഞാൻ നന്ദി രേഖപ്പെടുത്തും. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രങ്ങൾ മേടിച്ച് പത്രങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി തൈലം, എല്ലാ പത്രത്തിലും ഞാൻ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകളിലും കയറി ഇറങ്ങി. ഞാൻ കൊടുത്ത ആരും ഇതുവരെ പത്രം വേണ്ട എന്ന് നിരസിച്ചിട്ടില്ല. എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ച, മാതാവേ ഞാൻ കൊടുക്കുന്ന ഈ പത്രം കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കേലും രോഗസൗഖ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് അധികം സഹായിക്കാനോ സാമ്പത്തികമായിട്ട് സഹായിക്കില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ സഹായം ചോദിക്കുന്ന വരുന്നിടത്ത് ഞാൻ തേടി പിടിച്ച് ചെല്ലാനില്ല, എനിക്ക് അതിനുള്ള ഇല്ല. അതുകൊണ്ട് ആര് സഹായം ചോദിച്ചാലും ഇല്ല എന്ന് ആരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല. പിന്നെ ആശുപത്രിയിൽ ഞാൻ ചോറും പൊതി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് പോകുന്ന സമയങ്ങളെല്ലാം ചോറ് പിന്നെ പൊതി ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചന് ക്യാൻസറുള്ള അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോവുകയും അപ്പച്ചന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്നാ പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾ. ഇപ്പോൾ എൻ്റെ ആ ദേഷ്യം മാറിപ്പോൾ എന്നെ എല്ലാവരോടും സൗമനസ്യത്തോടെ ഇടപെടാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും കൊന്ത വായിക്കും. ഒരു രാവിലെ കൊന്ത ചൊല്ലും, വൈകുന്നേരം കൊന്ത ചൊല്ലും, ബൈബിൾ വായിക്കും. അച്ഛൻ്റെ ടോക്ക് ഞാൻ എല്ലാ ദിവസവും, പിന്നെ നമ്മുടെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഞാനൊരു 3-4 പേരും എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ ചൊവ്വാഴ്ചകളിൽ ഈ പ്രാർത്ഥന സമയത്ത്, അച്ഛൻ്റെ പ്രാർത്ഥന സമയത്ത് എന്നെ ആരും ഫോൺ വിളിക്കുന്ന പോലെ എനിക്ക് ദേഷ്യമാണ്. ഞാൻ സൈലൻ്റ് ആക്കി വെച്ചിട്ടാണ് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കൂടാറുള്ളത്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഇനിയും എൻ്റെ കുടുംബത്തെ അമ്മ കാത്തോളണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സങ്കീർത്തനം 139 5-ാം വചനമാണ്.
ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പിന്നിലും മുന്നിലും, കഴിഞ്ഞ കാലത്തിലും വരാനിരിക്കുന്ന കാലത്തിലും എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹങ്ങളുമാണ് നാം ഓരോ ദിവസവും ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ആരുമില്ലാത്ത തോന്നലുണ്ടാവാം, ഭാവിയെക്കുറിച്ചുള്ള ഭയമോ ആശങ്കയോ ആവാം, ജീവിതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴോ എല്ലാം കൈവിട്ട് പോകുമ്പോഴും ആ നിമിഷങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കാവൽ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്നു. ഉടമ്പടി ദൈവത്തോടുള്ള ഒരു വലിയ ആത്മീയ ബന്ധമാണ്, വിശ്വാസ ബന്ധമാണ്. അത് ശക്തിപ്പെടുത്തുന്നത് ഈശോയും അമ്മയും കൂടെ നിന്നാണ്. ഉടമ്പടി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് അമ്പിളി മോഹനൻ എന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത്. ജീവിതത്തിൽ നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി കൊടുക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ഒരു വഴി അറിയില്ലാതാവുമ്പോൾ ഈശോ മറ്റുള്ളവരിലേക്കാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്, അവരെ ചെന്ന് സഹായിക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ. അങ്ങനെയുള്ളൊരു ബന്ധമാണ് അവരുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഒരു കുടുംബ ബന്ധം, അതും ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു ബന്ധമാണ്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മുൻപിലും പിൻപിലും നടക്കുന്ന നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനത്തിലുള്ളത്. കൃപാസനം അമ്മയുടെ സംരക്ഷണത്തിലൂടെ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് നമുക്കൊന്നും ഭയക്കാതെ കാവൽ നിൽക്കുന്ന ഈശോയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് നയിക്കാനുള്ള ആ ധൈര്യവും ശക്തിയും നൽകുന്നത് ഉടമ്പടിയിൽ കൂടെയാണ്. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിനായിട്ടും അമ്മയുടെ മാധ്യസ്ഥത്തിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് ഉടമ്പടി. ഈശോയും അമ്മയും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമ്പിളി മോഹനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് പ്രിൻസി. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ മാത്രമായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇതെൻ്റെ ബ്രദർ പ്രജ്വൽ, അവൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് 2023 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ അനീതി വഴിയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഇങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടും, ഇങ്ങനെയുള്ള ഇതൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഞാൻ കൂടുതലും ഞാൻ ലൗകികമായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ചായിരുന്നു ആ റിക്വസ്റ്റിൽ എഴുതിയിരുന്നത്. അപ്പം 3 മാസം ഞാൻ പ്രെയറെല്ലാം ചെയ്തു. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനത്തിനും പിന്നെ കാരുണ്യ പ്രവർത്തിക്കൊന്നും ഞാൻ അത്ര മഹത്വം കൊടുത്തില്ല. പക്ഷേ അല്ലാത്ത 3 കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ 3 മാസം പ്രാർത്ഥിച്ചിട്ടും ഈ പ്രെയർ റിക്വസ്റ്റിൻ്റെ മെയിൻ നിയോഗമൊന്നും നടന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഓർത്തു, ഓക്കെ ഇതൊന്നും അത്ര ശരിയാവില്ല. പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ യൂട്യൂബിലൂടെ ഓരോ റെക്കമെൻഡേഷൻസ് വരുമായിരുന്നു, സാക്ഷ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെയും ഓരോന്നിങ്ങനെ കേട്ട് എനിക്ക് കുറച്ചും കൂടിയും വിശ്വാസം വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിരികെ ഉടമ്പടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. അപ്പം ഒരു കാര്യം എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് ആത്മീയ വളർച്ച ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കുറേ പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിള് കുറവ് വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പ്രാർത്ഥനകൾ ചെല്ലും, പക്ഷേ ബൈബിള് വായിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞാനിതൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആൾക്കാരോട് ഞാൻ കുറേയും കൂടി എളിമയോടെ പെരുമാറാൻ തുടങ്ങി. ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമായിരുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർത്തിട്ട് ഞാൻ ഓർത്തു, ഓക്കെ ഞാൻ ഒന്നും കൂടിയും ഉടമ്പടി പുതുക്കി നോക്കാം. അങ്ങനെയാണ് ഞാൻ പിന്നെയും ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 1 വർഷത്തിന് ശേഷം. അപ്പോൾ എനിക്ക് കുറേ ദിവസം ഒരു വർഷം 1.5 വർഷമായിട്ട് അലർജി ചുമയുണ്ടായിരുന്നു. അപ്പോൾ എവറി മന്ത് ഞാൻ 1 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോയിരിക്കും. പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കും. അതിൻ്റെ പവറങ്ങ് തീരുമ്പോൾ പിന്നെയും നെക്സ്റ്റ് മന്ത് പിന്നെയും ചുമ. ഇതേപോലെ ഏകദേശം 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ അത് മെല്ലെ മെല്ലെ മാറി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മേ, ഇനി എന്നെ ഹോസ്പിറ്റലിൻ്റെ പടി കയറ്റരുതെന്ന്. അപ്പോൾ അങ്ങനെ അത് ചുമ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി. അപ്പോൾ അന്നേരം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ദിവസം കിഴുവയറ് വേദന വന്നു. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു കിഡ്നി സ്റ്റോണ് അങ്ങനെ എന്തോ പ്രശ്നം കാണുന്നുണ്ട്, അൾട്രാസൗണ്ട് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് തൈലം ഉണ്ടായിരുന്നു, ആ തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി അൾട്രാസൗണ്ട് ചെയ്തു. അവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പം ഈ എക്സ്റേ എടുത്ത ഡോക്ടറിനെ വിളിച്ചിട്ട് ചോദിക്കുമ്പം അവരും ഷോക്ക്ഡായി. ഓക്കെ, ഇത് എക്സ്റേയിൽ കാണിച്ചു, ഇതെന്താ കാണിക്കുന്നില്ല. അങ്ങനെ ഇതൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു 6 ഇയേഴ്സായിട്ട് വർക്ക് ഫ്രം ഹോമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായിൽ, പക്ഷേ ഓഫീസ് ഇന്ത്യയിലാണ്. അപ്പം അവരൊരു ദിവസം എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ പുതിയ എൻറ്റിറ്റി തുടങ്ങാൻ പോവുക ബാംഗ്ലൂരിൽ, അപ്പം വർക്ക് ഫ്രം ഹോം ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ പെർമിറ്റ് ആവുന്നുള്ളൂ, അപ്പം നീ ഇന്ത്യയിലേക്ക് വരേണ്ടി വരുമെന്ന്. അപ്പം ഫാമിലി മൊത്തം UAE-ലാണ്, കൊച്ചിൻ്റെ സ്കൂൾ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ എനിക്കാകെ വിഷമമായി. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, എന്തായാലും ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കണം. അങ്ങനെയുള്ളൊരു തീരുമാനത്തിലെത്തി. കഴിഞ്ഞ 25 ഒക്ടോബർ 24 ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അതിലാദ്യം വെച്ച നിയോഗമായിരുന്നു എനിക്കൊരു നല്ല ജോലി UAE-ലാവണം എന്നുള്ളത്. പിന്നെ എൻ്റെ ബ്രദറിന് ഒരു നല്ല ജോലി ആവണം, അങ്ങനെ ചില കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ആകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി. ഇവിടെ ജപമാല റാലി കൂടി. അങ്ങനെ ഞാൻ തിരിച്ചുപോയി കുറച്ച് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ചോദിക്കുന്നു നിനക്ക് ജോലി നഷ്ടപ്പെടാൻ പോവുക. എനിക്ക് 12 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് അവിടെ UAE-ൽ ജോബ് സെർച്ച് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിനക്ക് ടെൻഷൻ ഇല്ലേന്ന് എന്നെ വീട്ടിലെല്ലാവരോടും ചോദിക്കും. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഉള്ളും കൊണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മാതാവ് എന്നെ കൈവിടില്ല എന്ന്. അപ്പം ഞാൻ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഡിസംബർ 1st വീക്ക് 2nd വീക്ക് ആയിട്ട് പോലും എനിക്ക് ജോലി ആവുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങി. അപ്പം എനിക്ക് കുറേ റെക്കമെൻഡേഷൻ സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി, അത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, അന്ന് ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏത് ഡേറ്റ് ഇടും, ഏതായാലും ക്രിസ്മസിന് മുന്നേ ജോലി കിട്ടിയ സന്തോഷമാവുമല്ലോ. അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഡിസംബർ 25 മുന്നിൽ ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ എഴുതി. ഇവിടെ നിന്ന് ഞാൻ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ സ്റ്റാച്ചു കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനിങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് 23rd ആയിട്ടും എനിക്കൊരു ഇൻ്റർവ്യൂ കോൾസ് പോലും വരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി, ഓക്കെ, ഇതൊക്കെ വെറുതെ ആണെന്ന് തോന്നുന്നു ആൾക്കാർ പറയുന്നത്, ഏതായാലും എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ 23rd ഒരു ട്യൂസ്ഡേ ആണ്, ഉടമ്പടി ധ്യാനമുള്ള ദിവസമാണ്. അപ്പം ഞാനത് നോക്കുന്നതിന് മുമ്പേ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും വരട്ടെ ഈ ഉടമ്പടി ധ്യാനം കഴിയുമ്പോഴത്തേനൊന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം സ്റ്റാർട്ട് ചെയ്തു. വിതിൻ ഫ്യൂ സെക്കൻഡ്സ് എനിക്കൊരു കോൾ വന്നു, ഇൻ്റർവ്യൂ കോൾ. അതും ഒരു ബാങ്കിങ് ഡൊമൈൻ്റെ ഒരു കമ്പനിയാണ്. എനിക്കൊരു ബാങ്കിങ് ഡൊമൈൻ്റെ എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ എന്നാലും അവർ ഓക്കെയാണ്. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. 24th അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ രാവിലെ ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ ഇതിലും മുന്നേ എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ മുല്ലപ്പൂവിൻ്റെ മണം വരുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയും, ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത്, എനിക്ക് വീട്ടിലുള്ള സമയത്ത് എനിക്ക് മണം വന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വല്ല പെർഫ്യൂം ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള വിചാരമായിരുന്നു. അപ്പോൾ ഇത് നല്ല മണം വരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി വീട്ടിലുണ്ടായിരുന്നു, അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് മണമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഒരു 20th ഒക്കെ ആയപ്പോഴത്തേനും കരോളുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. അപ്പോൾ ഉണ്ണീശോനെ കൊണ്ട് കിടത്തുന്ന ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവിൻ്റെ മാല ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ണീശോനെ കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഞാനത് മാതാവിന് ചൂടിച്ചേർന്നു. അപ്പോൾ എൻ്റെ വിചാരം, ഓക്കെ, ഞാനിത് എവിടെയോ ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മണമായിരിക്കും, ഏതായാലും ഇൻ്റർവ്യൂ കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡസ്റ്റ്ബിന്നെല്ലാം അരിച്ചു പറക്കി, അതിലൊരു പൂവില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ശരിക്കും ഞാൻ, ഓക്കെ, എനിക്ക് ഇത്ര നാൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സുഗന്ധാഭിഷേകം തന്നെയാണെന്ന് വിശ്വസിച്ചത്. അപ്പോൾ അങ്ങനെ 24th ആയപ്പോഴത്തേനും എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് NDA സൈൻ ചെയ്തു. ഇമ്മീഡിയറ്റ് എല്ലാം 25th ആയപ്പോഴത്തേനും എനിക്ക് ജോബ് കൺഫർമേഷനായി. അപ്പോൾ അന്നേരമാണ് എനിക്ക് എൻ്റെ ആങ്ങള് 2 years മുന്നേ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ്. അപ്പോൾ അവന് ജോലി ആയിട്ടില്ല. അപ്പം നോക്കാം അവൻ്റെ ജോലിക്ക്, അതിനും വേണ്ടി ഞാൻ ഡേറ്റ് എഴുതി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റ് എഴുതി പ്രാർത്ഥിക്കാൻ വെച്ചു. ഈ മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ താഴെ തന്നെ December 31 ന്യൂ ഇയറിന് മുന്നേ ജോലി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം December 31 ആയപ്പോഴത്തേനും ഇവൻ ഏകദേശം ഒരു കൺഫർമേഷൻ ഉണ്ട്, പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല.
അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഞാൻ ഇവിടെ നിന്ന് കുറേ പത്രങ്ങൾ കൊണ്ടുപോയി, അവിടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് അങ്ങനെ. അപ്പോൾ തമിഴ് കൊടുക്കാൻ എനിക്കൊരു മടി, കാരണം ആൾക്കാർ നോ പറയും, അവരോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ചമ്മൽ കൊണ്ട് മാത്രം ഞാനതിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ അത് കൊടുക്ക്, ചിലപ്പോൾ എനിക്ക് ശരിയാവുമെന്ന്. അങ്ങനെ ഞാൻ ഈ പേപ്പർ കൊണ്ടുപോയി ഞങ്ങൾ ഒരു ദിവസം മലയാളം മാസം കഴിഞ്ഞിട്ട് തമിഴ് അവിടെയുള്ള പേപ്പറെല്ലാം തീർത്ത് കൊടുത്തു. അന്ന് വൈകുന്നേരം ഇവൻ എന്നോട് മെസ്സേജ് അയച്ച് പറയുക, എനിക്ക് ജോബ് കൺഫർമേഷനായി, എനിക്ക് ഇന്ന ദിവസം ജോയിനിങ് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള സാക്ഷ്യങ്ങൾ. എനിക്ക് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ ഇവിടെ നിന്ന് മറന്നുപോയി. പക്ഷേ എനിക്ക് ഒരുപാട് മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കത് എല്ലാവരോടും പറയാനും പറ്റിയിട്ടുണ്ട്. ഞാൻ അക്രൈസ്തവരായ കുറേ ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇന്ന് ഉടമ്പടി പുതുക്കി. അപ്പം ഇനി മുന്നോട്ടേക്കും ഉടമ്പടി ജീവിതത്തിൽ തന്നെ കഴിയണം, മാതാവിൻ്റെ പ്രസൻസിൽ തന്നെ ജീവിക്കണം, ഈശോയും മാതാവിന് ഒരുപാട് അറിയാൻ കഴിയണം എന്നുള്ളൊരു ഏക ആഗ്രഹത്തോടെയാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവന് അത്ര വലിയ പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല, ബൈബിൾ വായിക്കാനൊക്കെ ഒരുപാട് മടിയുണ്ടായ ഒരാളായിരുന്നു. അപ്പോൾ ഇവൻ ഉടമ്പടി എടുത്തപ്പോഴത്തേനും ഇവൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. ബൈബിൾ വായിക്കും, പ്രെയർ ആക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ജോലി കിട്ടിയപ്പോൾ എനിക്ക് ആകെ ഉണ്ടായ ഒരു ടെൻഷൻ, ഞാനിനി എങ്ങനെ ഉടമ്പടി ധ്യാനം കാണും, എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ എങ്ങനെ പറ്റും, വർക്ക് ഫ്രം ഹോം പോലെ അല്ലല്ലോ ഓഫീസിൽ പോകുമ്പം. അപ്പം അങ്ങനെ ഇരുന്ന ദിവസം ഞാൻ ജോയിൻ ചെയ്ത് സെക്കൻഡ് ഡേ ഞങ്ങൾക്കൊരു ഇമെയിൽ വരുന്നു, എനിക്ക് ഈ ഇയർ ഫുള്ള് ട്യൂസ്ഡേ വർക്ക് ഫ്രം ഹോം ആണെന്ന്. ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് പോകുന്ന സമയത്ത് 1 മണിക്കൂർ സമയം കിട്ടും, തിരിച്ചു വരുമ്പോൾ അതേപോലെ. അപ്പോൾ ഞാൻ ഈ സമയങ്ങൾ മാതാവിനും ഈശോയ്ക്കും വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. കൊന്ത ചെല്ലും, ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വേറെ ഒന്നും ഒരു കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ അതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം കൂടി ദൈവം എനിക്ക് ഒരുക്കി തന്നു. പിന്നെ ഞാൻ ഈ നേർച്ച വസ്തുക്കൾ എടുത്തിട്ട് ഒരുപാട് എനിക്ക് ഇങ്ങനെ ഒരു ദിവസം ഞാൻ കാർ ലിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്, അയാൾ ഒരുപാട് മൊബൈൽ നോക്കുന്നു. അപ്പോൾ എനിക്ക് പേടിയായി. ഒരു ദിവസം വണ്ടി ഇടിക്കുകയും ചെയ്തു. അപ്പോൾ അതായപ്പോൾ എനിക്ക് പേടിയായി. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ അയാളോട് പറയും ഇനി മൊബൈൽ നോക്കരുതെന്ന്. അപ്പോൾ എനിക്ക് ഇനി അവരായിട്ട് ഞാനൊരു വാക്ക് തർക്കത്തിലല്ല. അപ്പം ഞാൻ ഓർത്തു ഉപ്പ് കൊണ്ടുപോയി ഞാൻ അയാളുടെ വണ്ടിയിലിടാന്ന്. അങ്ങനെ ഞാൻ ഉപ്പ് കൊണ്ടുപോയി അയാളുടെ വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇട്ടു. ആ നെക്സ്റ്റ് മൊമെൻറ്റ് തൊട്ട് അയാൾക്കൊരു കോൾസും വന്നിട്ടില്ല, അയാൾ മൊബൈലും കണ്ടിട്ടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഞാൻ മറന്നുപോയി. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനിന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെറുപ്പം തൊട്ടേ എനിക്ക് മാതാവും ഈശോയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് മാത്രമാണ്. അപ്പം ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 9-ാം തിരുവചനം. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. പ്രിൻസിയും പ്രജ്വലും സഹോദരങ്ങളാണ്. രണ്ടുപേരും 2 സ്ഥലത്തു നിന്ന് വന്നാണ് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത്. പ്രിൻസി ദുബൈയിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ്. വലിയ വില കൊടുത്ത് ഈശോ അവരെ വീണ്ടെടുത്തതിൻ്റെയും പരിശുദ്ധ അമ്മ അവരെ സംരക്ഷിച്ചതിൻ്റെയും നന്ദി പ്രകാശനമാണ് പ്രിൻസി ഇത് ഈ കാര്യത്തിന് വേണ്ടി മാത്രം, സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്ത് ഇന്ന് കൃപാസനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ സഹോദരൻ പ്രജ്വലിനെയും ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് നമുക്കിനി സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് വളരെ ശക്തമായി യാചിക്കുവാനും ഈശോ നമ്മുടെ എല്ലാ ജീവിത പരിപാടികളെയും നോക്കി കാണുമ്പോൾ നമുക്ക് അനുഗ്രഹം തരുമ്പോൾ അതിനെല്ലാം നമുക്ക് പ്രതിനിധി കാണിക്കുവാനുള്ള ഒരു ഉത്സുകത ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രിൻസിയും പ്രജ്വലും വളരെ തീരുമാനത്തിലാണ് ഇന്നിവിടെ വന്ന് അവർ ഉടമ്പടി പുതുക്കി ഈ സാക്ഷ്യം ഏറ്റു പറയുന്നത്. ഇവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഗ്രഹങ്ങൾ. പ്രിൻസി ഉടമ്പടി എടുത്തപ്പോൾ പെട്ടെന്ന് താൻ എഴുതിയ നിയോഗങ്ങൾക്കൊന്നും ഉത്തരം ലഭിക്കാതായപ്പോൾ ഈ ഉടൻ പരിഹാരം എന്നെല്ലാം പറയുന്നത് വെറുതെയാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞെങ്കിലും അതിനുശേഷം വളരെ സ്ലോലി ധ്യാനങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഉടമ്പടി ജീവിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, അതുപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെ ജീവിതത്തിലേക്ക് ഉടമ്പടി ഇരച്ചു കയറുന്നതും മരിച്ചു കയറുന്നതുമായി
പ്രിൻസിക്ക് മനസ്സിലായി തുടങ്ങി. അതുപോലെ തന്നെ സഹോദരൻ്റെ ജീവിതത്തിലും ആധ്യാത്മികമായ വലിയ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യതകൾ, എത്ര തന്നെ സാധ്യതകളില്ലാത്ത നോട്ട് ബൈ മെറിറ്റിൽ പ്രിൻസി ഒരു എൻജിനീയറാണ്, എന്നിൽ തന്നെയും വളരെ നൈപുണ്യമുള്ള വ്യക്തിയാണെങ്കിലും തനിക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ട ഒരാളാണ്. പക്ഷേ അതിന് ചൊവ്വാഴ്ച പരിശുദ്ധ അമ്മയുടെ ദിവസം തന്നെ മകൾക്ക് മറ്റു ദിവസങ്ങളിൽ ജോലിക്ക് ഓഫീസിലെത്തണം. പക്ഷേ ട്യൂസ്ഡേ മാത്രം ഈ മകൾക്ക്, ട്യൂസ്ഡേ നമുക്കറിയാവുന്നതുപോലെ അത് ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്യേണ്ട ദിവസമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ദിവസം തന്നെ ആ മകൾക്കൊരു വർക്ക് ഫ്രം ഹോം, ഒരു ഓഫ് ഡേ പോലെ മകൾക്ക് കിട്ടിയിരിക്കുകയാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് തൻ്റെ ആ സ്റ്റാറ്റസ് അവരെപ്പോഴും ലോ ചെയ്തപ്പോഴാണ്. അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഈശോയെ സ്നേഹിക്കുവാൻ അവർ കണ്ടെത്തുന്ന മാർഗങ്ങൾ, അതിലൂടെയെല്ലാം അവർ തങ്ങളെ തന്നെ ആഗ്രഹത്തോടുകൂടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു സുവിശേഷം അനുതാപത്തിൻ്റെയും സുവിശേഷം ഒരു പ്രഘോഷണത്തിൻ്റെയും പ്രവർത്തിക്കുന്ന ഒരു മാർഗമായി, ഒരു ജീവിത രീതിയായി, ഒരു ലൈഫ് സ്റ്റൈൽ അവർക്കിന്ന് മാറിയിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രാർത്ഥനാ പദ്ധതി ഇതാണെന്ന് മറ്റുള്ളവരോട് പറയാൻ മാത്രം അവരെ ദൈവം ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോരുത്തരും വഴിവിട്ടവരും വഴിവിട്ട ജീവിതങ്ങളുള്ളവരും അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ജീവിത രീതികളുമൊക്കെയായി ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ നടക്കുമ്പോഴും ഈശോ എന്നെ നയിക്കുന്നു, ഈശോ എന്നോടുകൂടെ എപ്പോഴുമുണ്ട്, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എന്നിൽ അലിഞ്ഞു ചേരുന്നു എന്നുള്ള ബോധ്യങ്ങളിലേക്കെല്ലാം ഉടമ്പടി അവരെ നയിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് എപ്പോഴും അവരെ ചേർത്ത് വെച്ച് എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതാനുഭവം സുഗന്ധാഭിഷേകത്തിലൂടെയും അടയാളങ്ങളിലൂടെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിക്കും പ്രജ്വലിനും അവരുടെ ജീവിതത്തിലുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെയും ദൈവിക അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ